ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. മർത്തമറിയം വനിതാ സമാജം 2024 കേന്ദ്ര പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ക്രമീകരിച്ച് കിട്ടിയിരിക്കുന്ന യേശുവിങ്കലേക്ക് നോക്കി ഓട്ടം സ്ഥിരതയോടെ ഓടുക, ലുക്ക് ടു ക്രൈസ്റ്റ് ആൻഡ് റൺ ദ റേസ് പെർസിസ്റ്റന്റ്ലി എന്ന പുസ്തകത്തിന്റെ 5ാമത്തെ ചാപ്റ്റർ, എക്സാമ്പിൾസ് ഓഫ് കറേജിയസ് ലൈഫ്സ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസ ജീവിതത്തിന്റെ ധീര മാതൃകകൾ എന്നുള്ള അധ്യായമാണ് നമ്മൾ ഇന്ന് നോക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എബ്രായർക്ക് എഴുതിയ ലേഖനം 11ാം അധ്യായത്തെ ദ ഫെയ്ത്ത് ചാപ്റ്റർ, വിശ്വാസത്തിന്റെ അധ്യായം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ദ ഫെയ്ത്ത് ചാപ്റ്റർ എന്ന ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിശ്വാസ ജീവിതത്തിലൂടെ ധീരരായ പഴയ പിതാക്കന്മാരുടെ മാതൃക എടുത്തുകാട്ടി നമ്മളെ വിശ്വാസ ജീവിതത്തിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 11ഉം 12ഉം അധ്യായങ്ങളുടെ ഉദ്ദേശം. The intention of chapters 11 and 12 in Hebrews is to strengthen everyone in their faith life by pointing on our forefathers who led courageous lives of faith. പ്രത്യേകിച്ച് എന്തിനു വേണ്ടിയായിരിക്കും ഈ ഒരു അധ്യായം എഴുതിയിരിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, യഹൂദ ക്രൈസ്തവര് അവര് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും അതുപോലെ അവന്റെ ഈ ലോകത്തിലെ ശുശ്രൂഷകളും ഒക്കെ കണ്ടിട്ടും കേട്ടിട്ടും അതിനെപ്പറ്റിയൊക്കെ ആകർഷിക്കപ്പെട്ട് അവര് രക്ഷയുടെ അനുഭവത്തിലേക്ക്, അതായത് ക്രിസ്തുവിന്റെ ക്രൂശ് മരണവും പുനരുത്ഥാനത്തിലും ഒക്കെ വിശ്വസിച്ച് അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് അവർ കടന്നു വന്നെങ്കിലും അവരുടെ അവിശ്വാസം മൂലം അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ അവർ പരാജയപ്പെട്ടു പോയി. അവിശ്വാസ ജീവിതം മൂലം ദുഷ്ടഹൃദയമുള്ളവരായിട്ട് ഇവര് മാറിപ്പോയി. The Jewish Christians, after entering into the experience of salvation, failed to obtain blessings because of their lives of unbelief. They were hard-hearted because of faithlessness. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു ക്രൈസ്തവ ജീവിതം നയിക്കേണ്ടുന്നത് വിശ്വാസത്തിലാണ് എന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ലേഖനകർത്താവായ പൗലോസ്ലീഹ ഈ ഒരു അധ്യായം എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതവുമായിട്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൈസ്തവ ജീവിതം വിശ്വാസത്തിൽ നയിക്കേണ്ടതാകുന്നു. ക്രിസ്ത്യൻ ലൈഫ് ഷുഡ് ബി ഗൈഡഡ് ബൈ ഫെയ്ത്ത് എന്നുള്ളതാണ് ഈ ഒരു അധ്യായം നമുക്ക് നൽകുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട ചിന്ത. പ്രത്യേകിച്ച് ഈ ഒരു അധ്യായത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വിശ്വാസത്തിന്റെ ഒരു നിർവചനം നമുക്ക് നൽകുന്നുണ്ട്, ഡെഫിനിഷൻ ഓഫ് ഫെയ്ത്ത്. അതിനുശേഷം 4 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ ദ ഹീറോസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസ വീരന്മാരുടെ മാതൃകകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഭാഗം യഥാർത്ഥത്തിൽ എൻഡ് ചെയ്യുന്നത് 12ാം അധ്യായത്തിന്റെ 1ാം വാക്യത്തിലൂടെയാണ് എന്ന് പറയാം. എന്താണ്? ഇങ്ങനെ സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. വി ആർ സറൗണ്ടഡ് ബൈ സച്ച് എ ഗ്രേറ്റ് ക്ലൗഡ് ഓഫ് വിറ്റ്നസ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവിച്ചുകൊണ്ട് നാം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ പൂർണ്ണ നിശ്ചയമുള്ള ജീവിതം നയിക്കണം എന്നുള്ള ഒരു ഓർമ്മിപ്പിക്കലിലൂടെയാണ് ഇത് അവസാനിപ്പിക്കുന്നത് എന്ന് പറയാം. വി ഷുഡ് ലീഡ് ലൈഫ്സ് ഓഫ് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് വിത്ത് കംപ്ലീറ്റ് കോൺഫിഡൻസ്. ഇങ്ങനെയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ സ്ട്രക്ചർ. ആദ്യം വിശ്വാസത്തിനെ പറ്റി ഒരു നിർവചനം, അതിനുശേഷം അതിനെ സംബന്ധിച്ച് കുറെ മാതൃകകൾ നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. ഇങ്ങനെ വിശ്വാസികളുടെ ഒരു സമൂഹത്തിന്റെ സാക്ഷ്യം നമ്മുടെ ചുറ്റും ഉള്ളത് കൊണ്ട് തന്നെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ പൂർണ്ണ നിശ്ചയമുള്ള ഒരു ജീവിതം നയിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമുക്ക് ഓരോ ഭാഗത്തിലേക്ക് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. 1ാമത്തെ ഭാഗം, ആദ്യത്തെ വാക്യം, ഒരുപക്ഷെ എബ്രായർ ലേഖനം എന്ന് പറയുമ്പം നമുക്ക് ഏറ്റവും അധികം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വാക്യമാണ് ഇത്, അല്ലെ? എന്താണ്? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ വിശ്വാസം? നമ്മൾ തമാശയായിട്ടൊക്കെ പറയാറുണ്ട്, അല്ലെ? എന്താ വിശ്വാസം, അതല്ലേ എല്ലാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് ഈ യഥാർത്ഥത്തിൽ വിശ്വാസം? വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വിശ്വാസം എന്നത് അന്ധമായ ശുഭാപ്തി വിശ്വാസമോ യുക്തിരഹിതമായ നിഗമനങ്ങളിലുള്ള വിശ്വാസമോ വെറും ഉപദേശങ്ങളിലോ പ്രത്യേകമായിട്ടുള്ള അനുഭവങ്ങളിലോ ഒന്നുമുള്ള വിശ്വാസമല്ല നമ്മുടെ വിശ്വാസം. അതായത്, our faith is not a blind and optimistic faith
or a faith in unreasonable conclusions, or faith in some teachings or special experiences. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ faith according to Bible is not blind. ഞാൻ ഒന്നും പഠിച്ചില്ലെങ്കിലും ഇന്നത്തെ പരീക്ഷയ്ക്ക് ഞാൻ ജയിക്കും എന്നുള്ള അന്ധമായ വിശ്വാസമല്ല വിശുദ്ധ വേദപുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്ന് പറയുന്നത്. മറിച്ച് എന്താണ് വിശ്വാസം? ദൈവവചനത്തിലൂടെ വെളിപ്പെട്ടിരിക്കുന്ന വാഗ്ദത്തങ്ങളിലുള്ള ഉറപ്പിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. True faith is the confidence in the promises that are revealed through the word of God. ദൈവവചനങ്ങളിലൂടെ വെളിപ്പെട്ടിരിക്കുന്ന വാഗ്ദത്തങ്ങളിലുള്ള നമ്മുടെ ഉറപ്പിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഈ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ് എന്നുള്ള നമ്മുടെ ഉറപ്പിനെയാണ്, നമ്മുടെ ബോധ്യത്തെയാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. റിയൽ ഫെയ്ത്ത് ഇസ് ദ കോൺഫിഡൻസ് ദാറ്റ് വൺ ഹു പ്രോമിസ്ഡ് ഇസ് ഫെയ്ത്ത്ഫുൾ. എന്താണ് യഥാർത്ഥ വിശ്വാസം? ട്രൂ ഫെയ്ത്ത് എന്ന് പറയുന്നത് ദൈവവചനത്തിലൂടെ വെളിപ്പെട്ടിരിക്കുന്ന വാഗ്ദാനങ്ങളിലുള്ള നമ്മുടെ ഉറപ്പിനെയാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. എന്താണ് ട്രൂ ഫെയ്ത്ത്? ഈ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ് എന്നുള്ള നമ്മുടെ ഉറപ്പിനെയാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. അവിടെ വിശ്വാസത്തിന് ഈ ഒന്നാം വാക്യം 2 നിർവചനങ്ങളാണ് നൽകുന്നത്, അല്ലെ? എന്താണ്? കോൺഫിഡൻസ് ഇൻ വാട്ട് വി ഹോപ്പ് ഫോർ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ് എന്നാണ് ഒന്നാമതായിട്ട് പറയുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള ഗ്രീക്ക് പദം ഹിപ്പോസ്റ്റേസിസ് എന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു ചാപ്റ്ററിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചിരുന്നു, അല്ലെ? ഹിപ്പോസ്റ്റേസിസ് എന്ന ഗ്രീക്ക് പദത്തിന് മലയാളത്തിൽ വിശ്വാസം എന്നാണ് അർത്ഥം. അപ്പം എന്തിനുള്ള വിശ്വാസമാണ്? നമ്മൾ ആശിക്കുന്നതിലുള്ള ഉറപ്പ്, ഒരു പ്രത്യാശ നൽകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെ? നമ്മൾ ആശിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ലഭിക്കും എന്നുള്ള ഉത്തമ ബോധ്യമാണ് വിശ്വാസം. ഫെയ്ത്ത് ഇസ് ദ കോൺഫിഡൻസ് ദാറ്റ് വി ഹോപ്പ് ഫോർ വിൽ ബിക്കം റിയൽ. ഇവിടെയാണ് ഞാനും നിങ്ങളും ഒക്കെ ചിന്തിക്കേണ്ടുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ എൻ്റെ ആഗ്രഹം, എൻ്റെ ആശ, എൻ്റെ പ്രതീക്ഷ? പലപ്പോഴും ഞാനും നേരത്തെയൊക്കെ വളരെ ബാലിശമായിട്ട് ഇതിനെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ആശിക്കുന്ന ഏത് കാര്യവും എനിക്ക് ലഭിക്കുമല്ലോ, അതാണല്ലോ വിശ്വാസം എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഒരുപക്ഷെ അതൊരു പുതിയ കാറായിരിക്കാം, പുതിയ വീടായിരിക്കാം, പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഉന്നത വിജയമായിരിക്കാം. ഇങ്ങനെ നമ്മുടെ ചിന്തകൾ എപ്പോഴും വളരെ ഈ ഭൂമിയുടെ ലിമിറ്റ്സിന്റെ അകത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഒരു ക്രൈസ്തവൻ എന്നുള്ള നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ ആശ, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? രക്ഷയുടെ പൂർണ്ണത നമുക്ക് ലഭിക്കണം. വി ഷുഡ് അറ്റൈൻ ദ പെർഫെക്റ്റ് സാൽവേഷൻ എന്നുള്ളതാണ്, അല്ലെ? ഇങ്ങനെ നമ്മുടെ ആശിക്കുന്ന രക്ഷയുടെ പൂർണ്ണത നമുക്ക് ലഭിക്കും എന്നുള്ള ഉറപ്പിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. നാം പ്രതീക്ഷിക്കുന്ന രക്ഷയുടെ പൂർണ്ണത നമുക്ക് ലഭിക്കും എന്ന ഉറപ്പാണ് വിശ്വാസം. അതാണ് വിശ്വാസത്തിന്റെ നിർവചനം. നമുക്ക് ഒന്നാമതായിട്ട് നൽകുന്ന ചിന്ത എന്താണ്? ഞാൻ ആശിക്കുന്നതിന്റെ ഉറപ്പ്. എന്താണ് ഞാൻ ആശിക്കുന്നത്? രക്ഷയുടെ പൂർണ്ണത, അത് പെർഫെക്റ്റ് സാൽവേഷൻ, അതെനിക്ക് ക്രിസ്തുവിലൂടെ ലഭിക്കും എന്നുള്ള ഉറപ്പിനെയാണ്. കാരണം ഇത് വാഗ്ദത്തം ചെയ്തത് ആരാണ്? ക്രിസ്തുവാണ്. ഈ രക്ഷയുടെ പൂർണ്ണത എനിക്ക് ലഭിക്കും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് വിശ്വാസം എന്ന് പറയുന്നത്. ഇനിയും രണ്ടാമതായിട്ട് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്ന് പറയുന്നു, അല്ലെ? എന്താണ്? ദ അഷുറൻസ് ഓർ കൺവിക്ഷൻ ഓഫ് ദ തിങ്സ് നോട്ട് സീൻ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എലക്കോസ് എന്നുള്ള ഒരു വാക്കാണ്. വിറ്റ്നസ് ഓർ പ്രൂഫ് സബ്മിറ്റഡ് ബിഫോർ എ കോർട്ട്. കോടതിയിൽ കൊടുക്കുന്ന സാക്ഷ്യത്തിനോ തെളിവിനോ ഉപയോഗിക്കുന്ന ഒരു പദമാണിത്. അപ്പൊ നമുക്കറിയാം എന്താണ്? വ്യക്തതയുള്ള, ഉറപ്പുള്ള ഒരു സാക്ഷ്യമാണിത്. എന്താണ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറയുന്നത്? അദൃശ്യമായ ദിവ്യലോകത്തിലെ അനുഭവത്തിലേക്ക് പ്രത്യാശയോടുകൂടിയുള്ള നമ്മുടെ എത്തിനോട്ടമാണ് വിശ്വാസം. അദൃശ്യമായ ലോകത്തിൽ കർത്താവ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ള ആ ഒരു ഇൻവിസിബിൾ എക്സ്പീരിയൻസിനെ പറ്റിയുള്ള നമ്മുടെ ഉറപ്പിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഫെയ്ത്ത് ഇസ് എ ഹോപ്പ്ഫുൾ പീക്ക് ഇൻ ടു ദ ഇൻവിസിബിൾ എക്സ്പീരിയൻസ് ഓഫ് ദ ഡിവൈൻ വേൾഡ്. അപ്പൊ ഇതാണ് ഒന്നാമതായിട്ട് വിശ്വാസം എന്നതിന് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള നിർവചനം. ഒന്ന്, ആശിക്കുന്നതിന്റെ ഉറപ്പ്. എന്തായിരിക്കണം നമ്മുടെ ആശ? രക്ഷയുടെ പൂർണ്ണത, ദ പെർഫെക്റ്റ് സാൽവേഷൻ. ആ ആശയായ നമ്മുടെ രക്ഷയുടെ പൂർണ്ണത നമുക്ക് ലഭിക്കും എന്നുള്ള ഉറപ്പിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. രണ്ട്, കൺവിക്ഷൻ ഓഫ് ദ തിങ്സ് നോട്ട് സീൻ. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. എന്താണ് നമ്മുടെ കാണാത്ത കാര്യങ്ങൾ? അദൃശ്യമായ ദിവ്യലോകത്തിലെ അനുഭവത്തിലേക്കുള്ള പ്രത്യാശയോടെയുള്ള നമ്മുടെ നോട്ടത്തെയാണ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, വിശ്വാസം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ 2 കാര്യങ്ങളാണ് നമുക്ക് വിശ്വാസത്തിന്റെ നിർവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ തന്നെ 2-ാം വാക്യത്തിലേക്ക് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ,
പൂർവികരുടെ സാക്ഷ്യം, എ ഗുഡ് റിപ്പോർട്ട് ഓഫ് ദി എൽഡേഴ്സ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് നമ്മൾ ഇതുവരെ പറഞ്ഞ തരത്തിലുള്ള വിശ്വാസം അത് ഉണ്ടായിരുന്നവരാണ് നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ എന്ന് പറയുന്നത്. അവരുടെ ആ വിശ്വാസവും സാക്ഷ്യവും അവരെ നീതിമാന്മാരാക്കി. their faith and their good reports made them righteous എന്നാണ് പറയുന്നത്. അവരുടെ വിശ്വാസവും അവരുടെ സാക്ഷ്യവും നീതിമാന്മാരാക്കി. ഇവിടെ ഒരു കമ്പാരിസൺ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നു നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം? അവരുടെ വിശ്വാസത്തിന്റെ പ്രഥമ പടി ദൈവ സൃഷ്ടിയെ കുറിച്ചുള്ള അവരുടെ ഉത്തമ ബോധ്യമാണ്. The first step of their faith was their perfect awareness of God's creation. എന്നാൽ ഇന്നിന്റെ തലമുറയായ നമ്മളിലേക്കൊന്ന് നോക്കുമ്പോൾ ടുഡേ ഇറ്റ്സ് എ വേൾഡ് ഓഫ് റീസണിങ് ആൻഡ് ലോജിക് അല്ലേ. നമ്മുടെ സെൻസസ് വെച്ച്, ഇന്ദ്രിയങ്ങൾ വെച്ച് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നതും സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു തലമുറയാണ് ഇന്നിന്റെ തലമുറ. ഇവിടെയാണ് നമ്മൾ പലപ്പോഴും ആദാമിനെയും ഹവ്വായെ പറ്റിയൊക്കെ പറയുമ്പോൾ പോലും ഇതിന്റെയൊക്കെ ബേസ് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ക്രിയേഷന്റെ ബേസിസ് എന്താണെന്ന് പോലും എത്രയോ തവണ നമ്മൾ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ. ഇവിടെയാണ് പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസം നമുക്ക് നൽകുന്ന സാക്ഷ്യം. എന്തൊക്കെയാണ്? ഒന്ന്, പ്രപഞ്ചം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. യൂണിവേഴ്സ് ഇസ് ദ ക്രിയേഷൻ ഓഫ് ഗോഡ്. He sustains the entire creation. അവിടുന്ന് സൃഷ്ടിയെ മുഴുവൻ പരിപാലിക്കുന്നു. Everything was created from emptiness by the word of God. ശൂന്യതയിൽ നിന്ന് ദൈവവചനത്താൽ സകലവും സൃഷ്ടിക്കപ്പെട്ടു. ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം. ഈ അടിസ്ഥാന വിശ്വാസത്തിലും അദൃശ്യനായ ദൈവത്തിലും അവിടുത്തെ അത്ഭുത പ്രവർത്തനങ്ങളിലും ഒന്നും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ആത്മീയതയുടെ പടവുകൾ കയറുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. The epistle makes it clear that the ladder of the spiritual life can only be ascended through faith in the invisible God and his miraculous workings. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഒന്നാമത്തെ ഭാഗം നമുക്ക് നൽകുന്ന ചിന്ത. ഒന്ന്, വിശ്വാസത്തിന് ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ, നമുക്ക് ഒരു നിർവചനം നമുക്ക് കാണാൻ സാധിക്കും. കാണാത്ത കാര്യങ്ങളുടെ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. രണ്ടാമതായിട്ട് പൂർവികന്മാർ നമുക്ക് നൽകുന്ന സാക്ഷ്യം, അവരുടെ ഏറ്റവും വിശ്വാസത്തിന്റെ പ്രഥമ പടി എന്നുള്ളത് തന്നെ സൃഷ്ടിയെ പറ്റിയുള്ള ഉത്തമ ബോധ്യം അവർക്കുണ്ടായിരുന്നു. ഇന്ന് എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന തലമുറയിൽ ഇതായിരിക്കണം നമ്മുടെ അടിസ്ഥാന വിശ്വാസം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ലേഖകൻ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് നൽകുന്നത്. നമുക്ക് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കാം. വിശ്വാസത്തിന്റെ ധീര മാതൃകകൾ. ഇത് ഒന്നോ രണ്ടോ പേരെ പറ്റിയല്ല, നമ്മളൊരു യാത്രയിലേക്ക് തന്നെ കയറുകയാണ്. 4 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഒരുപക്ഷെ ബൈബിളിൽ കൂടെ ഒരു യാത്ര തന്നെയാണ്. ബൈബിളിന്റെ തുടക്കം ഉൽപ്പത്തി മുതൽ നമ്മൾ ഓരോരോ കഥാപാത്രങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കി വരാൻ പോവുകയാണ്. തുടങ്ങാം. ഒന്നാമതായിട്ട് വിശ്വാസത്തിന്റെ മാതൃകയായിട്ട്, വിശ്വാസധീരനായിട്ട് പ്രഖ്യാപിച്ച് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ഹാബേലിനെ പറ്റിയാണ്. ഏബലിനെ പറ്റി പറയുമ്പോൾ വർഷിപ്പ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ആരാധന എന്നുള്ളതാണ് അവിടെ ഏബലിന്റെ അല്ലെങ്കിൽ ഹാബേലിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു കാണിക്കുന്ന ഒരു കാര്യം. വിശ്വാസത്തിന്റെ ആരാധന എപ്രകാരമായിരിക്കണം? നമ്മൾ ഈ ഓരോ വിശ്വാസധീരന്മാരെ പറ്റിയും അല്ലെങ്കിൽ ഇവരെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഒരു പാറ്റേൺ ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം ഹു, ആരാണ് എന്നുള്ളതിന്റെ ഉത്തരം. 2, വാട്ട് പ്രൂവ്ഡ് ദെയർ ഫെയ്ത്ത്, എന്താണ് അവരുടെ വിശ്വാസം എടുത്തു കാണിക്കുന്ന ചില സംഭവങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ എക്സ്പ്ലനേഷൻസ് ആയിരിക്കും രണ്ടാമത്തെ ഭാഗത്ത് നോക്കുന്നത്. മൂന്നാമത്തെ ഭാഗം ഇത് ക്രിസ്തുവിനെയോ അല്ലെങ്കിൽ പിൽക്കാലത്ത് നടക്കുന്ന എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളെ പറ്റി ഉള്ളൊരു റെപ്രസെന്റേഷൻ ആയിരിക്കും, ഒരു പ്രൊഫസി ആയിരിക്കും. അപ്പം അത് എന്തിനെ സിംബോളിഫൈ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മൂന്നാമത്തെ ഭാഗത്ത് നോക്കും. നാലാമത്തെ ഭാഗം ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ടേക്ക് അവേ ഇൻസൈറ്റ്സ് എന്തൊക്കെയാണ്. ഇങ്ങനെ 4 ഭാഗങ്ങളായിട്ടായിരിക്കും നമ്മൾ ഓരോരുത്തരെ പറ്റിയും പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തേത് നമ്മൾ പറഞ്ഞു ആരെ പറ്റിയാണ്? ഹാബേലിനെ പറ്റിയാണ്. സോ ഹു വാസ് ഏബിൾ? ഏബിൾ ആൻഡ് കെയിൻ വർ ദ സൺസ് ഓഫ് ആഡം ആൻഡ് ഈവ് അല്ലെ. ആദാമിന്റെയും ഹവ്വായുടെയും മക്കളായിരുന്നു ഹാബേലും കയീനും. എന്താണ് അവരുടെ വിശ്വാസത്തെ പ്രൂവ് ചെയ്യുന്നതായിട്ടുള്ള സംഭവം എന്താണ് അവിടെ ഉണ്ടായത്? ഹാബേലും കായീനും ദൈവം മുൻപാകി അവരുടെ ആദ്യ ഫലത്തിൽ നിന്ന് നേർച്ച കഴിച്ചു. പക്ഷേ ഹാബേലിന്റെ യാഗാരാധനയിൽ ദൈവം പ്രസാദിച്ചു, കായീനിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. God accepted the sacrifice of Abel but was not pleased with Cain and his sacrifice. എന്തുകൊണ്ടായിരിക്കാം?
കായീന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചില്ല, എന്നാൽ ഹാബേലിന്റെ ആരാധനയിൽ അല്ലെങ്കിൽ ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, അവരർപ്പിച്ച യാഗത്തിന്റെ, അതായത് കുഞ്ഞാടോ അല്ലെങ്കിൽ നിലത്തു നിന്നുള്ള ഫലങ്ങളോ എന്തുമാകട്ടെ, അവര് അർപ്പിച്ച യാഗത്തിന്റെ അതിലല്ല ദൈവം പ്രസാദിച്ചത്, മറിച്ച് ഈ വ്യക്തികളുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസമായിരുന്നു അവിടെ പ്രസക്തം. ദി ക്യാരക്ടർ ഓഫ് ദോസ് ഹു മെയ്ഡ് ദി സാക്രിഫൈസ് വാസ് മോർ സിഗ്നിഫിക്കന്റ്. എന്താണ് 3 കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കായേൻ ദുഷ്ടനിൽ നിന്നുള്ളവനും അവന്റെ പ്രവൃത്തി ദോഷമുള്ളതുമായിരുന്നു. അവൻ മതഭക്തനായിരുന്നു. എന്തൊക്കെയാണ്? Cain was from evil, he did evil things and he was religious. എന്നാൽ ഏബലാകട്ടെ, ഹാബേൽ നീതിയുള്ളവനായിരുന്നു, അവന്റെ പ്രവൃത്തി നീതിയുള്ളതായിരുന്നു, അവൻ ദൈവഭക്തനായിരുന്നു. ഏബൽ was righteous, he was just and he was devout and faithful. ഇങ്ങനെ 3 കാര്യങ്ങൾ. ഹാബേലിന്റെ യാഗം സ്വീകാര്യമാകുവാനുള്ള കാരണം അവന്റെ ഹൃദയ നൈർമല്യതയും വിശ്വാസവുമായിരുന്നു. Abel's sacrifice was acceptable because his heart was pure and because of his faith. ഇതാണ് നമുക്ക് ഹാബേലിന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കെയ്ൻ വാസ് ഫ്രം ഈവിൽ, ഹി ഡിഡ് ഈവിൽ തിങ്സ് ആൻഡ് ഹി വാസ് റിലീജിയസ്, മതഭക്തനായിരുന്നു എന്നുള്ളതാണ് കായീനെ പറ്റി പറയുന്നതെങ്കിൽ, ഏബൽ വാസ് റൈറ്റസ്, ഹി വാസ് ജസ്റ്റ്, he was devout and faithful and he had purity in mind and he was faithful. ഇതുകൊണ്ടാണ് ദൈവം ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിച്ചത്. ഇനി നമുക്ക് 3-ാമത്തെ ഭാഗം, ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്, സിംബോളിഫൈ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഹാബേൽ അർപ്പിച്ച യാഗം ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ നിഴലായിരുന്നു. ദ സാക്രിഫൈസ് ഓഫ് ഏബൽ വാസ് എ പ്രീഫിഗർ ഓഫ് ക്രൈസ്റ്റ് ഡെത്ത് ഓൺ ക്രോസ്. ഈ ഒരു സൈക്കിളത്തെ ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ നിഴലായിട്ടാണ് അത് പറയുന്നത്. അവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ക്രിസ്തു ലോക സ്ഥാപനത്തിന് മുൻപേ അറുക്കപ്പെടുന്ന കുഞ്ഞാടാകുന്നു എന്ന സത്യം ഹാബേൽ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അപ്പം നമുക്കത് ലിറ്ററലി അത് വായിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാബേൽ കുഞ്ഞാടിനെ യാഗമർപ്പിക്കുമ്പോൾ അത് മനുഷ്യകുലത്തിന് മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി യാഗമായ ക്രിസ്തുവിനെ പറ്റി ഒരു പ്രൊഫസി ആയിരുന്നു, ഒരു അങ്ങനെ ആ ഒരു രീതിയിലാണ് അതിനെ കാണുന്നത്. എന്താണ്? When Abel offered lamb as his sacrifice, it is seen as a prophetic or symbolic connection to Christ's ultimate sacrifice for humanity. അപ്പം ഹാബേലിന്റെ യാഗം ക്രിസ്തുവിന്റെ കുരിശിലെ യാഗത്തിന്റെ ഒരു പ്രീഫിഗറേഷൻ അല്ലെങ്കിൽ എന്താണ്, ഒരു സിംബോളിഫിക്കേഷൻ ആയിരുന്നു, ഒരു പ്രൊഫസി ആയിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം എന്താണ്? അങ്ങനെ വിശ്വാസത്താൽ ഹാബേലിനെ എന്ത് സംഭവിച്ചു? ഉൽപ്പത്തി 4:5 കാണാം, നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്, അല്ലെ? അതായത് ഹാബേലിന്റെ രക്തം സംസാരിക്കുന്നു. ഏബൽസ് ബ്ലഡ് സ്റ്റിൽ സ്പീക്സ് എന്നുള്ളതാണ്. അതായത് മരണശേഷവും ഹാബേൽ നമ്മോട് സംസാരിക്കുന്നു. ഈവൻ ആഫ്റ്റർ ഡെത്ത് ഏബൽ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് അസ്. യഹൂദ വിശ്വാസപ്രകാരം വിശ്വാസ സാക്ഷികളുടെ രക്തത്തിന് പ്രവർത്തന ശേഷിയുണ്ട്. ദ ബ്ലഡ് ഓഫ് ഹീറോസ് ഫെയ്ത്ത് ആർ ആക്റ്റീവ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഹാബേലിന്റെ രക്തത്തിന് സംസാരിക്കാമെങ്കിൽ ക്രിസ്തുവിന്റെ രക്തം അത്യധികം പ്രവർത്തന ശേഷിയുള്ളതാകുന്നു, അതിന് രക്ഷ നൽകുവാനും സാധിക്കുന്നു. If the blood of Abel is active, the blood of Christ is very powerful in action and can save us എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇപ്പം ഒന്നാമത് നമ്മൾ പറഞ്ഞത് it was about Abel and Cain എന്ന് പറയുന്നത് they were sons of Adam and Eve. അവിടെ രണ്ടുപേരും യാഗം അർപ്പിക്കുമ്പോൾ ഹാബേലിന്റെ യാഗത്തിൽ മാത്രം ദൈവം പ്രസാദിച്ചു. അതിന്റെ കാരണം he was righteous, he was just, he was devout and faithful. അവന്റെ ഹൃദയ നൈർമല്യത കൊണ്ടും വിശ്വാസം കൊണ്ടുമാണ് ദൈവം അവന്റെ യാഗത്തിൽ പ്രസാദിച്ചത്. ഇനി ഹാബേലിന്റെ യാഗം അതെന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ക്രിസ്തുവിന്റെ കുരിശിലെ ബലിയെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം അതൊരു പ്രൊഫറ്റിക് ആയിട്ട്, ഒരു സിംബോളിക് ആയിരുന്നു കുഞ്ഞാടിനെ അവിടെ യാഗം അർപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു ടേക്ക് അവേ എന്താണ്? ഹാബേലിന്റെ രക്തത്തിന് സംസാരിക്കുവാനുള്ള പ്രവർത്തന ശേഷി ഉണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ രക്തത്തിന് അത്യധികം പ്രവർത്തന ശേഷിയുണ്ട്, അതിന് രക്ഷ നൽകാൻ സാധിക്കുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഹാബേൽ എന്ന വിശ്വാസ വീരനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെയാണല്ലോ. രണ്ടാമത്തെ കഥാപാത്രത്തിലേക്ക് നമുക്ക് കടക്കാം. രണ്ടാമതായിട്ട് ഹാനോക്കിനെ പറ്റിയാണ് പറയുന്നത്. ഈനോക്ക്, ദ വാക്ക് ഓഫ് ഫെയ്ത്ത്.
വിശ്വാസത്തിന്റെ നടപ്പ് എപ്രകാരമായിരിക്കണം എന്നുള്ളതാണ് ഹാനോക്കിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ആരായിരുന്നു ഹാനോക്ക്? ഈനോക്ക് വാസ് ദി സെവൻത് ബിഗിനിങ് ഫ്രം ദി ആഡം. ആദാം മുതൽ ഏഴാമതായിരുന്നു ഹാനോക്ക്. അതായത് ആദാമിന്റെ ഒരു ഗ്രേറ്റ് 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 ഗ്രാൻഡ് സൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ആദാമിന് ശേഷം 7ാം തലമുറയിൽ വരുന്ന ഒരാളാണ് ഹാനോക്ക് എന്ന് പറയുന്നത്. ഹി ലീവ്ഡ് അബൌട്ട് 500 years ആഫ്റ്റർ ആഡം. ആദാമിന് ശേഷം ഏകദേശം 500 വർഷങ്ങൾക്ക് ശേഷമാണ് ഹാനോക്ക് ജീവിക്കുന്നത്. എന്താണ് ഹാനോക്കിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഹാനോക്കിന്റെ വിശ്വാസത്തെ തെളിയിക്കുന്നത്? ഗോഡ് വാസ് പ്ലീസ്ഡ് വിത്ത് ഹിം ആസ് ഹി വാക്ക്ഡ് വിത്ത് ഗോഡ്. അവൻ ദൈവത്തോടു കൂടെ നടന്നതിനാൽ അവൻ ദൈവത്തിന് പ്രീതിയുള്ളവനായിരുന്നു. രണ്ടാമതായിട്ട് ഗോഡ് അക്നോളജ്ഡ് ഹിം ആസ് ഹി വാസ് റൈച്ചസ്. അവൻ നീതിമാനായിരുന്നതിനാൽ ദൈവസന്നിധിയിൽ അവന് അംഗീകാരം ലഭിച്ചു. മൂന്നാമത് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഏകദേശം 300 സംവത്സരം ഭൂമിയിൽ നടന്നതുകൊണ്ട് മരണം കൂടാതെ ഹാനോക്ക് എടുക്കപ്പെട്ടു. ഹി വാസ് ടേക്കൺ വിത്തൗട്ട് ഡെത്ത് ആസ് ഹി വാക്ക്ഡ് ഫെയ്ത്ത്ഫുള്ളി വിത്ത് ഗോഡ് ഓൺ ദി എർത്ത് ഫോർ 300 years. അപ്പം ആരാണ് ഹാനോക്ക്? ആദാമിന് ശേഷം 7ാമത്തെ തലമുറ. 500 വർഷങ്ങൾക്ക് ശേഷമാണ് ഹാനോക്ക് ജീവിക്കുന്നത്. എന്തൊക്കെയാണ് ഹാനോക്കിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകത? ദൈവത്തോട് നടന്നതിനാൽ ദൈവത്തിന് പ്രീതിയുള്ളവനായിരുന്നു. അതുപോലെ ദൈവം നീതിമാനായിരുന്നതിനാൽ ദൈവസന്നിധിയിൽ നിന്ന് അംഗീകാരം ലഭിച്ചു. 300 വർഷത്തോളം ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഭൂമിയിൽ നടന്നതിനാൽ മരണം കൂടാതെ ഹാനോക്ക് എടുക്കപ്പെട്ടു. ഇവിടെ എന്താണ് ഹാനോക്കിന്റെ ജീവിതം പിന്നീടുള്ള ഒന്നുമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:21 നമുക്കൊരു കോൺസെപ്റ്റ് കാണാൻ സാധിക്കും. എന്താണ്? സേവ്ഡ് ബിലീവേഴ്സ് can look forward to a time when every pain and problem with our earthly body will be exchanged for a new and improved body that will last forever with God. അതായത് പീഡകളും പ്രയാസങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്ന നമ്മുടെ ഭൗതിക ശരീരം അത് കൂടുതൽ മെച്ചപ്പെട്ട് അവന്റെ മഹത്വമുള്ള ശരീരം പോലെയായി എന്നേക്കും അവനോടുകൂടെ ഇരിക്കുന്ന ഒരു അവസ്ഥ വിശ്വാസിക്കുണ്ടാകും എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:21 കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഒരു വിശ്വാസിക്ക് വരുന്ന രൂപാന്തരത്തിന്റെ ഷാഡോ ആണ്, നിഴലാണ് ഹാനോക്ക് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈനോക്ക് ഇസ് ദ ഷാഡോ ഓഫ് ദ ട്രാൻസ്ഫിഗറേഷൻ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ. ഈ ഭൗതിക ശരീരത്തിൽ നിന്ന് വിട്ട് മെച്ചപ്പെട്ട ദൈവവുമായിട്ട് ക്രിസ്തുവുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു ശരീരമായിട്ടുള്ള നമ്മുടെ ട്രാൻസ്ഫർമേഷന്റെ നിഴലായിട്ട് നമുക്ക് ഹാനോക്കിനെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഇറ്റ് ഈസ് ഓൾസോ ലൈക്ക് ദ ക്യാരിയിങ് അവേ ഓഫ് ദ ചേർച്ച് ബൈ ഗോഡ്. അതും നമുക്ക് 1 തെസ്സലോനിക്കർ 4:16 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ മറ്റൊരു കോൺസെപ്റ്റ് ആണ്. ക്രിസ്തുവിന്റെ പുനരാഗമന സമയത്ത് ക്രിസ്തുവും മാലാഖമാരും ഇറങ്ങി വന്ന് മരിച്ചവരെ ഉയർപ്പിക്കും. ജീവനോടെ ശേഷിച്ചവർ ആകാശങ്ങളിലേക്ക് എടുക്കപ്പെടും. ഇതൊക്കെ നമുക്ക് വെളിപാട് പുസ്തകത്തിലൊക്കെ കാണാൻ സാധിക്കും. ഈ ഹാനോക്കിന്റെ ഈ സഡൻ ആൻഡ് ഡിവൈൻ റിമൂവൽ ഫ്രം എർത്ത്, ഇത് വിശ്വാസികൾക്ക് പിന്നീട് ഇരിക്കുന്ന ഇപ്രകാരം ഒരു അവസ്ഥ, നമ്മളെ ആകാശങ്ങളിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ, ഈ ഒരു അവസ്ഥയെ സിംബോളിഫൈ ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ 2 കാര്യങ്ങളാണ്. ഇനോക്ക് ഇസ് ദ ഷാഡോ ഓഫ് ദ ട്രാൻസ്ഫിഗറേഷൻ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ. 2, ഇറ്റ് ഈസ് ഓൾസോ ലൈക്ക് ദ ക്യാരിയിങ് അവേ ഓഫ് ദ ചർച്ച് ബൈ ഗോഡ്. ഇവിടെ നിന്ന് ഹാനോക്കിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാവുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇറ്റ് ഈസ് നോട്ട് possible to please God without faith. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഹാനോക്ക് ഒന്നാമതായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. രണ്ടാമതായിട്ട്, knowledge of God alone is not faith. Instead, true faith is living a life of obedience to him. നമ്മൾ ഇങ്ങനെ ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, മറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് മാത്രമല്ല വിശ്വാസം, അവനെ അനുസരിക്കുന്ന ജീവിതമാണ് യഥാർത്ഥ വിശ്വാസം എന്നുള്ളതാണ് ഹാനോക്ക് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അപ്പം രണ്ടാമത്തെ ആളെ പറ്റിയും പഠിച്ചല്ലോ. ആരായിരുന്നു ഹാനോക്ക്? He was the 7th from Adam and he lived after 500 years from Adam. What proved his faith? എന്തായിരുന്നു? അവൻ ദൈവത്തോടൊപ്പം നടന്നതുകൊണ്ട് ദൈവത്തിന് പ്രീതിയുള്ളവനായിരുന്നു. നീതിമാനായിരുന്നതിനാൽ ദൈവസന്നിധിയിൽ നിന്ന് അംഗീകാരം ലഭിച്ചു. 300 വർഷത്തോളം ഭൂമിയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് നടന്നതുകൊണ്ട് മരണം കൂടാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇത് സൂചിപ്പിക്കുന്നത് 2 കാര്യങ്ങളെയാണ്. ഒന്ന്, ഇറ്റ് ഈസ് എ ഷാഡോ ഓഫ് ദ ട്രാൻസ്ഫിഗറേഷൻ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ. വിശ്വാസിക്ക് ഉണ്ടാകുന്ന രൂപാന്തരത്തിന്റെ ഒരു നിഴലായിട്ട് രൂപീകരണത്തിന്റെ ഒരു നിഴലായിട്ട് ഇതിനെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഭയെ എടുത്തുകൊണ്ട് പോകുന്നതിന്റെ ക്യാരിയിങ് അവേ ഓഫ് ദ
ദ ചർച്ച് ബൈ ഗോഡ്. ഇതിന്റെ ഒരു നിഴലായിട്ടും നമുക്ക് ഈ ഒരു സംഭവത്തെ കാണാൻ സാധിക്കും. രണ്ട് കാര്യങ്ങളാണ് ഹാനോക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവവിശ്വാസമില്ലാതെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയില്ല. അതുപോലെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് മാത്രമല്ല വിശ്വാസം, അവനെ അനുസരിച്ച് ജീവിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം എന്നുള്ളതാണ് ഹാനോക്ക് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ടുപേരെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ആരൊക്കെയാണ്? ഏബൽ ആൻഡ് ഈനോക്ക്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് നോവ എന്ന് പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ ആദാം തൊട്ടിങ്ങനെ വരുവാണ്. അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇപ്പൊ ഏബൽ കഴിഞ്ഞു, അതിനുശേഷം ഹാനൂക്കിനെ പറ്റി പറഞ്ഞു. ഇനിയാണ് നോവായിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. നോവായെ പറ്റി പറയുമ്പോൾ വിശ്വാസത്തിന്റെ വേല, ഡീഡ്സ് ഓഫ് ഫെയ്ത്ത് എന്നുള്ളതാണ് നോഹയുടെ ജീവിതത്തിൽ നിന്നും നമ്മളെ എടുത്ത് കാണിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ആരായിരുന്നു നോഹ? പറഞ്ഞു തരേണ്ടെന്ന ആവശ്യമൊന്നുമില്ല. ആരായിരുന്നു? ദൈവം ലോകത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ ഒരു ശുദ്ധികലശം നടത്തുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ ഭൂമിയിൽ അവശേഷിക്കുന്ന ഒരേ ഒരു നീതിമാനായിരുന്നു നോവ. When God wants to wipe out all the unrighteous from the world, Noah is the only righteous man left on earth. വിശുദ്ധ വേദപുസ്തകം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നീതിമാൻ എന്നുള്ള പദം ആദ്യം ഉപയോഗിക്കുന്നത് നോഹായ്ക്കാണ് എന്ന് പറയാൻ സാധിക്കും. The word righteous is used for the first time in the Bible for Noah. എന്താണ് നോവായുടെ വിശ്വാസത്തെ പ്രൂവ് ചെയ്യുന്നതായിട്ടുള്ള സംഭവം? ദൈവം ലോകത്തെ ജലപ്രളയത്തിലൂടെ നശിപ്പിക്കും എന്ന് നോഹായ്ക്ക് മുന്നറിയിപ്പ് ലഭിച്ചു. നോവ received a warning that God will destroy the earth through a flood. അന്നവര് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമായിരുന്നു അന്നത്തെ ഒരു ജലപ്രളയം എന്ന് പറയുന്നത്. എന്നിരുന്നാലും നോഹ ദൈവത്തിന്റെ മുന്നറിയിപ്പിനെ ചോദ്യം ചെയ്യാതെ വിശ്വസിച്ചുകൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം നിർമ്മിച്ചു. നോവ ബിലീവ്ഡ് ഇൻ ഗോഡ്സ് വാർണിംഗ് ആൻഡ് കൺസ്ട്രക്റ്റഡ് ദ ആർക്ക്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? അങ്ങനെ വിശ്വാസത്താൽ നോഹ രക്ഷിക്കപ്പെട്ടു. അവനും അവന്റെ കുടുംബവും പുതിയ ഭൂമിയിൽ നടക്കുവാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു. നോവ ആൻഡ് ഹിസ് ഫാമിലി വാക്ക്ഡ് ഓൺ ദ ന്യൂ എർത്ത്. ഇതാണ് നോഹയുടെ വിശ്വാസ ജീവിതത്തെ പറ്റി അവിടെ എടുത്തു കാണിക്കുന്ന ഒരു സംഭവം. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു, റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. നോഹയുടെ പെട്ടകം ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷ നേടുന്നതിന്റെ അടയാളമാണ്. സൈൻ ഓഫ് സാൽവേഷൻ ഫ്രം ദ ജഡ്ജ്മെന്റ് ഓഫ് ഗോഡ്. പഴയ നിയമത്തിൽ അന്ന് അതൊരു ജലപ്രളയത്തിന്റെ ഇതായിട്ടായിരുന്നെങ്കിൽ അന്ന് രക്ഷ നേടിയത് പെട്ടകത്തിലൂടെയാണ്. അതുപോലെ അന്ത്യ ന്യായവിധിയിൽ നിന്ന് രക്ഷ നേടുന്നതിനെയാണ് സൈൻ ഓഫ് സാൽവേഷൻ ഫ്രം ദ ജഡ്ജ്മെന്റ് ഓഫ് ഗോഡ്. ഇതാണ് നോഹയുടെ പെട്ടകം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ക്രിസ്തുവിന്റെ മുൻകുറിയാണ് എന്ന് പറയാം. ആൻഡ് അഡ്വാൻസ് റെപ്രസെന്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. ദൈവത്തിന്റെ അന്ത്യ ന്യായവിധി നിന്ന് നമുക്ക് രക്ഷ നേടുവാൻ സാധിക്കുന്നത് ക്രിസ്തുവിലൂടെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ക്രിസ്തുവാണ് നമുക്ക് നമ്മുടെ രക്ഷയുടെ പെട്ടകം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു സിംബോളിഫിക്കേഷനാണ് നമുക്ക് നോഹയുടെ പെട്ടകത്തിൽ നിന്ന് ഇവിടെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഈ നോഹയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന രണ്ട് സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? പെട്ടകം മൂലം നോഹയും കുടുംബവും പുതിയ ഭൂമിയിൽ നടന്നെങ്കിൽ ക്രിസ്തുവാകുന്ന പെട്ടകം മൂലം ജീവന്റെ പുതുക്കത്തിൽ നമുക്ക് നടക്കുവാൻ സാധിക്കും. ജസ്റ്റ് ലൈക്ക് നോവ, those saved by Christ can walk in the renewal of life. അതുപോലെ തന്നെ കർത്താവിന്റെ അടുത്ത വരവ് നോഹയുടെ കാലം പോലെയുള്ള സമയത്ത് ഉണ്ടാകും എന്ന് നമുക്ക് വാണിംഗ് നമുക്കുണ്ട്. അതിനാൽ തന്നെ ഇപ്പോൾ വിശ്വാസത്തിന്റെ വേല ചെയ്യുവാൻ നോഹയെ പോലെ നമുക്കും സാധിക്കണം. എന്താണ്? നോഹയുടെ കുടുംബവും പുതിയ ഭൂമിയിൽ നടന്നു എന്ന് പറയുന്നത് പോലെ ക്രിസ്തുവിലൂടെ പുതിയ ക്രിസ്തുവാകുന്ന പെട്ടകം മൂലം ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ നമുക്ക് സാധിക്കും. അതുപോലെ രണ്ടാമത്തെ വരവ് നോഹയുടെ കാലം പോലെ ആയിരിക്കും എന്നുള്ള വാണിംഗ് നമുക്കുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നോഹയെ പോലെ വിശ്വാസത്തിന്റെ വേല ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ഇത്രയുമാണ് നമുക്ക് നോഹയെ പറ്റി മനസ്സിലാക്കാനുള്ളത്. ആരായിരുന്നു നോവ? ലോകത്തെ മുഴുവൻ ഒന്ന് ശുദ്ധികലശം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അവിടെ ദ ഓൺലി ലെഫ്റ്റ് ഔട്ട് റൈച്ചസ് മാൻ ഇൻ ദ എർത്ത് എന്ന് പറയുന്നത് നോഹ ആണ്. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് റൈച്ചസ്, നീതിമാൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അത് നോഹയ്ക്ക് വേണ്ടിയാണ്. എന്താണ് നോഹയുടെ വിശ്വാസം പ്രൂവ് ചെയ്യുന്ന സംഭവം? ദൈവത്തിൽ നിന്നൊരു മുന്നറിയിപ്പ് ലഭിച്ചു, അതിനെ ചോദ്യം ചെയ്യാതെ അവനൊരു പെട്ടകം പണിതു. അതിനാൽ തന്നെ നോഹയ്ക്കും നോഹയുടെ കുടുംബത്തിനും പുതിയ ഭൂമിയിൽ നടക്കുവാൻ സാധിച്ചു. ഈ നോഹയുടെ പെട്ടകം എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? അത് ദൈവത്തിന്റെ അന്ത്യന്യായവിധിയിൽ നിന്ന് രക്ഷ നേടുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ആൻ അഡ്വാൻസ് റെപ്രസെന്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു മുൻകുറിയായിരുന്നു നോഹയുടെ പെട്ടകം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
നമ്മൾക്ക് കിട്ടുന്ന രണ്ട് ചിന്തകൾ അവിടുന്ന് എന്താണ്? ക്രിസ്തു ആകുന്ന പെട്ടകം മൂലം ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ നമുക്ക് സാധിക്കും. അതുപോലെ അന്ത്യ സമയം നോഹയോട് സിമിലർ ആയിട്ടുള്ള ഒരു കാലഘട്ടത്ത് വരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ വിശ്വാസത്തിന്റെ വേല ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. 3 പേരെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആരൊക്കെയാണ്? ഏബൽ, ഈനോക്ക് ആൻഡ് നോവ. ഇനി 4ാമതായിട്ട് അബ്രഹാമിനെയും സാറായെയും പറ്റിയാണ് നമ്മൾ നോക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദ ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ അനുസരണവും അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠതകളും. ഇതാണ് നമുക്ക് അബ്രഹാമിന്റെയും സാറായുടെയും ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദ ലൈഫ് ഓഫ് ഏബ്രഹാം ആൻഡ് സാറ എക്സിബിറ്റ്സ് ദ ഒബീഡിയൻസ് ആൻഡ് ഓസംനെസ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയാൻ സാധിക്കും. ആരായിരുന്നു അബ്രഹാം? നമുക്ക് സംശയമൊന്നുമില്ല, വിശ്വാസികളുടെ പിതാവ്, ദ ഫാദർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ, ഫ്രണ്ട് ഓഫ് ഗോഡ് ആൻഡ് വൺ ഹു വാക്ക് വിത്ത് ഗോഡ്. ഇങ്ങനെ 3 ടൈറ്റിൽസ് ആണ് അബ്രഹാമിന് കാണാൻ സാധിക്കുന്നത്. വിശ്വാസികളുടെ പിതാവ്, ദൈവത്തിന്റെ സ്നേഹിതൻ, ദൈവത്തോട് കൂടെ നടന്നവൻ. അതുപോലെ തന്നെ അബ്രഹാം ദൈവത്തെ സൂര്യനെ കവിയുന്ന തേജസ്സായിട്ട് കണ്ടവനാണ്. Abraham had seen God as a resplendence that outshines the sun. അബ്രഹാമിന്റെ ഹൃദയം ദൈവത്തെങ്കിലേക്ക് ആകർഷിക്കപ്പെട്ടിരുന്നു. ഹിസ് ഹാർട്ട് വാസ് ഡ്രോൺ ടുവേർഡ്സ് ഗോഡ്. അതുപോലെ തന്നെ ആരായിരുന്നു സാറ? സാറ വാസ് വൈഫ് ഓഫ് എബ്രഹാം ആൻഡ് ഷീ ഷെയർഡ് ഹിസ് ഫെയ്ത്ത്. അബ്രഹാമിന്റെ വിശ്വാസത്തിൽ സാറായും പങ്കുചേർന്നു. 90 വയസ്സ് വരെയോളം സാറായിക്ക് മക്കളില്ലായിരുന്നു. ഇതൊക്കെയാണ് നമുക്ക് അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പ്രത്യേകമായിട്ട് ഓർക്കേണ്ട 3 ടൈറ്റിൽസ് ആണ്. ദ ഫാദർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ, ഫ്രണ്ട് ഓഫ് ഗോഡ് ആൻഡ് വൺ ഹു വാക്ക്ഡ് വിത്ത് ഗോഡ്. വിശ്വാസികളുടെ പിതാവ്, ദൈവത്തിന്റെ സ്നേഹിതൻ, ദൈവത്തോട് കൂടെ നടന്നവൻ. എന്താണ് അബ്രഹാമിന്റെയും സാറായുടെയും വിശ്വാസത്തെ പ്രൂവ് ചെയ്തതായിട്ടുള്ള സംഭവങ്ങൾ? ഒരുപാട് സംഭവങ്ങൾ ഉണ്ടല്ലേ. ഒന്നാമതായിട്ട് ദൈവം അബ്രഹാമിനോട് തന്റെ സ്വന്തം ദേശക്കാരെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ട് പുറപ്പെട്ടു പോകുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. അവിടെ ദൈവവിളിയുടെ പിന്നാലെ വേറൊന്നും നോക്കാതെ ജീവിത ഭദ്രതയെ പറ്റി ആലോചിക്കാതെ പുറപ്പെട്ടു പോകുന്ന അബ്രഹാമിനെയാണ് നമുക്ക് ഒന്നാമത് കാണാൻ സാധിക്കുന്നത്. Abraham set out following the call of God, leaving behind his native land, relatives and things that offer security in life. ഇതിൽ നിന്ന് Abraham's faith was the one of obedience. അനുസരണത്തിന്റെ വിശ്വാസമായിരുന്നു അബ്രഹാമിന്റേത് എന്ന് നമുക്ക് ഒന്നാമതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി രണ്ടാമതായിട്ട് ഇങ്ങനെ ദൈവവിളിക്ക് പിന്നാലെ പോയി കനാൻ ദേശത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്റെ പിൻഗാമികൾക്കായി ഈ ദേശം ഞാൻ നൽകുന്നു എന്ന ഒരു വാഗ്ദാനം ദൈവം നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് അറിഞ്ഞിട്ടും ഒരു പരദേശിയെ പോലെയാണ് അബ്രഹാം അവിടെ ജീവിച്ചത്. Even though he understood that the land of Canaan was promised to his descendants, he lived there like a stranger in the foreign country. ഇത് എന്തുകൊണ്ടാണ്? ഭൂമിയിലെ താൽക്കാലിക സുഖങ്ങളെക്കാൾ സ്വർഗീയമായതിൽ അബ്രഹാം ദൃഷ്ടി ഉറപ്പിച്ചു. ദൈവത്തിൽ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തി. Without surrendering to the temporary earth pleasures, he fixed his sight on the heaven. He found joy and satisfaction in God. ഇതാണ് വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരാളുടെ ജീവിതത്തിന്റെ പ്രത്യേകത എന്ന് രണ്ടാമതായിട്ട് അബ്രഹാം നമുക്ക് കാണിച്ചു തരുന്നു. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാന സംഭവമാണ് എന്താണ്? അബ്രഹാമിന്റെ വിശ്വാസത്തെ തെളിയിക്കുന്ന ഒരു പരീക്ഷയായിരുന്നു ഇസഹാക്കിനെ യാഗം കഴിക്കുവാനുള്ള ദൈവത്തിന്റെ കൽപ്പനയും അതിനെ തുടർന്നുള്ളതായിട്ടുള്ള സംഭവങ്ങളും അല്ലെ. അവർക്ക് ഇത്രയും പ്രായത്തിൽ അവർക്കൊരു കുഞ്ഞിനെ ലഭിക്കുകയാണ്. ആ കാലം മുഴുവൻ അവർ സൂക്ഷിച്ചു വെച്ചിരുന്ന സ്നേഹം മുഴുവൻ ഈ കുഞ്ഞിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ദൈവം ആവശ്യപ്പെടുമ്പോൾ ആ സ്നേഹം മുഴുവൻ ദൈവത്തിന് കൊടുക്കുവാൻ അബ്രഹാം സന്നദ്ധനാകുന്നത്. When God commanded it, Abraham was prepared to give his whole love to God. അങ്ങനെയാണ് ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന സാക്ഷ്യം അബ്രഹാമിന് ലഭിക്കുന്നത്. This is how he received the acclamation, the friend of God. എന്താണ്? അബ്രഹാമിന്റെ വിശ്വാസത്തെ തെളിയിക്കുന്ന സംഭവമായിരുന്നു ഇസഹാക്കിനെ ബലി കഴിക്കുവാനുള്ള ദൈവത്തിന്റെ ആവശ്യവും അതിനുശേഷം തുടർന്നുണ്ടായതായിട്ടുള്ള സംഭവങ്ങളും. അത്രയും കാലം സൂക്ഷിച്ചു വെച്ച സ്നേഹം ഒരു കുഞ്ഞിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമയത്താണ് ദൈവം ഇത് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ദൈവം ആവശ്യപ്പെടുമ്പോൾ ആ സ്നേഹം മുഴുവൻ ദൈവത്തിന് കൊടുക്കുവാൻ വേണ്ടിയിട്ട് അബ്രഹാം തയ്യാറാവുകയാണ്, സന്നദ്ധനാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ സ്നേഹിതൻ എന്നുള്ള ഒരു
ഒരു ടൈറ്റിൽ അബ്രഹാമിന് അവിടെ ലഭിക്കുന്നത്, ദ ഫ്രണ്ട് ഓഫ് ഗോഡ്. ഇനിയും സാറായെ പറ്റി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, സാറായും വിശ്വാസത്തിൽ അബ്രഹാമിനോട് പങ്കുചേർന്നത് കൊണ്ട് അവൾ അബ്രഹാമിനെ അനുസരിച്ചു എന്ന് കാണാൻ സാധിക്കും. സാറ ഒബേഡ് എബ്രഹാം ബിക്കോസ് ഷീ ഷെയർഡ് ഇൻ ഹിസ് ഫെയ്ത്ത്ഫുൾ. അങ്ങനെ അബ്രഹാമും സാറായും വിശ്വാസത്തിന്റെ ഏറ്റവും ഉത്തമ മാതൃകകളായിട്ട് അവിടെ മാറുകയാണ്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ് എന്ന് സാറായും എണ്ണി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് സാറ മകനെ പ്രസവിക്കും എന്നുള്ള ഒരു വാഗ്ദാനം അവിടെ കേൾക്കുമ്പോൾ സാറ അകത്ത് നിന്ന് ചിരിച്ചത് അത് കളിയാക്കി ചിരിച്ചതല്ല, മറിച്ച് വിശ്വാസത്തിന്റെ ഉറപ്പുകൊണ്ടുണ്ടായ സന്തോഷത്തിന്റെ ചിരിയായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരെയും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വിശ്വാസം മൂലം അബ്രഹാമിനും സാറായിക്കും ലഭിച്ചത് ഇസഹാക്കിനെ മാത്രമല്ല, മറിച്ച് എണ്ണിക്കൂട്ടാൻ പറ്റാത്ത നിലയിൽ സന്താന പരമ്പര കൂടിയാണ്. Abraham and Sarah were blessed with countless series of descendants because of their faith എന്നുള്ളതാണ്. അപ്പം അത്രയുമൊക്കെയാണ് അബ്രഹാമിന്റെയും സാറായുടെയും വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കുറെ സംഭവങ്ങൾ. ഇനി ഇത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇസഹാക്കിന്റെ ബലി ക്രിസ്തുവിന്റെ ബലിയുടെ പ്രതിരൂപമായിരുന്നു. ദ സാക്രിഫൈസ് ഓഫ് ഐസക് വാസ് എ റിപ്രസെന്റേഷൻ ഓഫ് ദി സാക്രിഫൈസ് ഓഫ് ക്രൈസ്റ്റ്. അതായത് സിംബോളിക്കലി ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അബ്രഹാം തന്റെ മകനെയാണ് ബലി കഴിക്കാൻ സന്നദ്ധനാവുന്നത്, അല്ലെ? അതുപോലെ മലമുകളിലേക്കുള്ള ഇസഹാക്കിന്റെ യാത്രയും ബലിക്കുള്ള തടിയും കൊണ്ട് ഇസഹാക്ക് പോകുന്നതും ഇതെല്ലാം പോയിന്റ്സ് ഓർ ഫോർഷാഡോസ് ദി സാക്രിഫൈസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെ? അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇസഹാക്കിന്റെ ബലി എന്നുള്ളത് ക്രിസ്തുവിന്റെ ബലിയുടെ പ്രതിരൂപമായിരുന്നു. അങ്ങനെയെങ്കിൽ Abraham got Isaac back from death is a reflection of Christ's triumph over death and his resurrection. മരണത്തിൽ നിന്ന് ഇസഹാക്കിനെ അവിടെ തിരിച്ച് അബ്രഹാമിന് വീണ്ടും കിട്ടുന്നത് ഇത് ക്രിസ്തുവിന്റെ മരണത്തെ ജയിച്ചുകൊണ്ട് പുനരുത്ഥാനത്തിന്റെ പ്രതിരൂപമാണ്. മരണത്തെ ജയിച്ച് തിരിച്ചു ലഭിക്കുന്ന വിജയമാണ് പുനരുത്ഥാനം എന്ന് പറയുന്നത്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടും നമുക്ക് ഈ ഒരു സംഭവത്തെ കാണാൻ സാധിക്കും. ഇനി ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഇൻസൈറ്റ്സ് എന്തൊക്കെയാണ്? ഭൂമിയിലെ താൽക്കാലിക സുഖങ്ങളെക്കാൾ സ്വർഗീയമായതിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് അതിൽ നമുക്ക് സന്തോഷവും സംതൃപ്തിയും നേടാൻ സാധിക്കണം. ഇൻസ്റ്റെഡ് ഓഫ് സറണ്ടറിംഗ് ടു ദ ടെമ്പററി earthly pleasures we should fix our sight on heavens. അങ്ങനെ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ വിശ്വാസം മൂലം സന്തതി പരമ്പരകൾ അനുഗ്രഹിക്കപ്പെടും. Our descendants will be blessed because of faith. അതുപോലെ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉണ്മയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ നാം വിശ്വാസം അർപ്പിക്കണം. We should firmly believe in God who can raise the dead and leads from non-being to being existence. ഇങ്ങനെ കുറെ ചിന്തകളാണ് അബ്രഹാമിന്റെയും സാറായുടെയും ജീവിതം നമുക്ക് നൽകുന്നത്. ആരായിരുന്നു അബ്രഹാം? 3 ടൈറ്റിൽസ് ആണ് ഓർക്കേണ്ടുന്നത്. വിശ്വാസികളുടെ പിതാവ്, ദൈവത്തിന്റെ സ്നേഹിതൻ, ദൈവത്തോട് കൂടെ നടന്നവൻ, ഫാദർ ഓഫ് ദി ഫെയ്ത്ത്ഫുൾ, ഫ്രണ്ട് ഓഫ് ഗോഡ്, അതുപോലെ ദ വൺ ഹു വാക്ക്ഡ് വിത്ത് ഗോഡ്. അബ്രഹാം ദൈവത്തെ സൂര്യനേക്കാളും തേജസ്സോടെ കണ്ടവനാണ്. അബ്രഹാമിന്റെ ഹൃദയം ദൈവത്തോട് ആകർഷിക്കപ്പെട്ടിരുന്നു. സാറായും അബ്രഹാമിന്റെ ഭാര്യ എന്നുള്ള രീതിയിൽ വിശ്വാസത്തിൽ പങ്കുചേർന്നു. 90 വയസ്സ് വരെ സാറായിക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. ഇനിയും അവരുടെ വിശ്വാസത്തെ പ്രൂവ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ദൈവം സ്വന്തം ദേശത്തെയും ചാർച്ചക്കാരെയും പോകുമ്പോൾ അനുസരിക്കുന്ന വിശ്വാസത്തെയാണ് നമുക്ക് അബ്രഹാമിൽ കാണാൻ സാധിക്കുന്നത്. ഇനിയും അതിനുശേഷം കനാനിലേക്ക് എത്തുമ്പോഴും അവിടെ ഒരു പരദേശിയെ പോലെയാണ് അബ്രഹാം താമസിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ദൃഷ്ടി അത്രയും സ്വർഗത്തിലായിരുന്നു. മൂന്നാമതായിട്ട് അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ തെളിയിക്കുന്ന ഏറ്റവും വലിയ സംഭവമാണ് ഇസഹാക്കിന്റെ ബലി. അതിലൂടെ അബ്രഹാമിന് ലഭിക്കുന്ന ഒരു ടൈറ്റിലാണ് ദൈവത്തിന്റെ സ്നേഹിതൻ, ഫ്രണ്ട് ഓഫ് ഗോഡ് എന്നുള്ള ഒരു അക്ലമേഷൻ. ഇനിയും അതിനുശേഷം സാറായെ പറ്റി നമ്മൾ പറഞ്ഞു. സാറ അവിടെ എന്താണ്? സാറ വിശ്വാസത്തിൽ അബ്രഹാമിനോട് പങ്കുചേർന്നത് കൊണ്ട് തന്നെ അബ്രഹാമിനെ അനുസരിച്ചു. അങ്ങനെ അബ്രഹാമിനും സാറായിക്കും ലഭിക്കുന്നതായിട്ടുള്ള അനുഗ്രഹമാണ് എന്താണ്? കൗണ്ട്ലെസ് സീരീസ് ഓഫ്. ഇനിയും ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇസഹാക്കിന്റെ ബലി ക്രിസ്തുവിന്റെ ബലിയുടെ പ്രതിരൂപമായിരുന്നു. അബ്രഹാമിന് ഇസഹാക്കിനെ മരണത്തിൽ നിന്ന് വീണ്ടും കിട്ടിയത് ക്രിസ്തു മരണത്തെ ജയിച്ച് പുനരുത്ഥാനത്തിലേക്ക് വരുന്നതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും അതിൽ നിന്നുള്ള ഇൻസൈറ്റ്സും നമ്മൾ പറഞ്ഞു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. അതായത്
ഐസക്, ജേക്കബ് ആൻഡ് ജോസഫ്. ഇസഹാക്കും യാക്കോബും യൗസേഫും. നമ്മൾ ഇതുവരെ പറഞ്ഞതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ജസ്റ്റ് അവരുടെ വിശ്വാസത്തെ പറ്റി മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഒന്നാമതായിട്ട് ഇസഹാക്ക്. ഇസഹാക്ക് മക്കളെ അനുഗ്രഹിച്ചത് വിശ്വാസത്തിൽ ആയിരുന്നു എന്നുള്ളതാണ് ഒന്നാമത് പറയുന്നത്. ഐസക് ബ്ലെസ്ഡ് ഹിസ് ചിൽഡ്രൻ ഇൻ ഫെയ്ത്ത്. കാരണം അന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും ഒക്കെ ദൈവം അവർക്കുണ്ടാകുവാനിരിക്കുന്ന സന്തതി പരമ്പരകളെ പറ്റിയൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഇസഹാക്കിനെ സംബന്ധിച്ചിടത്തോളം വംശങ്ങളോ ജാതികളോ ഒന്നും തന്നെ അദ്ദേഹത്തെ സേവിക്കുവാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഇസഹാക്ക് ദൈവത്തിൽ വിശ്വസിച്ചു. അവിടെ ഇസഹാക്കിനെ വഞ്ചിച്ചുകൊണ്ടാണ് യാക്കോബ് ഇസഹാക്കിന്റെ അനുഗ്രഹം നേടുന്നത്, അല്ലെ? എന്നാൽ ആ വഞ്ചനയെ പറ്റി ഇസഹാക്ക് അറിഞ്ഞപ്പോൾ വിശ്വാസം മൂലം ദൈവത്തിന്റെ കൈ അതിൽ ഇസഹാക്ക് ദർശിച്ചു. When he became aware of the deception, he saw the hand of God in it. അതുകൊണ്ട് തന്നെ അദ്ദേഹം യാക്കോബിനെ വീണ്ടും അനുഗ്രഹിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഇസഹാക്കിനെ പറ്റി പറയുന്നത് ഇത്രയുമാണ്. ഒന്ന്, അദ്ദേഹം മക്കളെ അനുഗ്രഹിച്ചത് വിശ്വാസത്തിലായിരുന്നു. രണ്ട്, അബ്രഹാമിനോടും ഇസഹാക്കിനോടും ഒക്കെ വാഗ്ദത്തം ചെയ്ത ഒന്നും തന്നെ ഇസഹാക്ക് കാണുന്നില്ലെങ്കിലും അവൻ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. യാക്കോബ് വഞ്ചിച്ചുകൊണ്ട് ആ അനുഗ്രഹം ഏറ്റെടുക്കുമ്പോൾ പോലും അതിൽ വിശ്വാസം മൂലം ദൈവത്തിന്റെ കൈ ഇസഹാക്ക് ദർശിച്ച് യാക്കോബിനെ വീണ്ടും അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി യാക്കോബിലേക്ക് വരുമ്പോൾ, യാക്കോബിന്റെ അവസാന കാലഘട്ടങ്ങളിൽ യാക്കോബ് ശാരീരിക ക്ഷീണമുള്ളവനായിരുന്നു എങ്കിലും വിശ്വാസത്താൽ ബലമുള്ളവനായി യൗസേപ്പിന്റെ പുത്രന്മാരെ അനുഗ്രഹിച്ചു. Even though Jacob had been physically weak, he blessed the sons of Joseph, acquiring the strength through faith എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് അവിടെ നടക്കുന്ന സംഭവങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ, യാക്കോബിന്റെ കാഴ്ചയൊക്കെ മങ്ങി കണ്ണു കാണാൻ വഹിയാത്ത ഒരു അവസ്ഥയിലാണ് യാക്കോബ് ഇരിക്കുന്നത്. ഈ സമയത്ത് യൗസേപ്പ് തന്റെ മക്കളിൽ മൂത്തവനായ മനശ്ശയെ കൊണ്ടുവന്ന് ഈ അപ്പന്റെ കയ്യട വലത് കൈക്ക് നേരെയും ഇളയവനെ കൊണ്ടുവന്ന് ഇടത് കൈക്ക് നേരെയും, ഇളയവനായ എഫ്രൈമിനെ കൊണ്ടുവന്ന് ഇടത് കൈക്ക് നേരെയും ഇങ്ങനെ നിർത്തുകയാണ്. അപ്പം പ്രതീക്ഷിക്കുന്നത് മൂത്തവനെ വലത്ത് കൈ കൊണ്ട് അനുഗ്രഹിക്കണം, ഇളയവനെ ഇടത്ത് കൈ കൊണ്ട് അനുഗ്രഹിക്കണം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ കണ്ണ് കാണുന്നില്ലെങ്കിലും യാക്കോബ് ചെയ്യുന്നത് എന്താണ്? കൈകളെ ക്രോസ് ചെയ്ത് വെച്ചുകൊണ്ട് വലം കൈ കൊണ്ട് ഇളയവനായ എഫ്രൈമിനെയും ഇടം കൈ കൊണ്ട് മൂത്തവനായിട്ടുള്ള മനശ്ശയെയും അനുഗ്രഹിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് കാരണം Jacob exhibited his faith in the blessing of Ephraim, the younger son of Joseph, because he saw God's hand in it. ദൈവഹിതം എഫ്രൈമിനോടൊപ്പം ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് യാക്കോബ് ഇത് ചെയ്യുന്നത്. ഇത് യാക്കോബിന് സാധിച്ചത് അവന്റെ വിശ്വാസം മൂലമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും നമ്മുടെ വേദപുസ്തകത്തിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ യാക്കോബ് കിടക്കയിൽ ചാരി ഇരുന്നുകൊണ്ടാണ് കുട്ടികളെ അനുഗ്രഹിച്ചു എന്ന് കാണാൻ സാധിക്കുന്നത്. എന്നാൽ സെപ്റ്റുവജന്റ് ട്രാൻസ്ലേഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ he had stood supported by a staff while blessing them. ഒരു വടിയിൽ ഊന്നി നിന്നുകൊണ്ട് കുട്ടികളെ അനുഗ്രഹിച്ചതായിട്ടാണ് നമുക്ക് സെപ്റ്റുവജന്റ് പരിഭാഷയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സാഹചര്യം ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ താങ്ങി നിൽക്കുന്ന വടി എന്ന് പറയുന്നത് ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന യൗസേപ്പിന്റെ വടിയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്, അല്ലെ? അപ്പം എന്താണ് വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ ചെങ്കോൽ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ലീഡർഷിപ്പ് ആൻഡ് കിങ്ഷിപ്പ് ഇൻ ബൈബിൾ, അല്ലെ? ഒരു രാജ്യത്വത്തിന്റെ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ചെങ്കോൽ എന്നുള്ളത്. അവിടെ യാക്കോബ് പിടിച്ചിരിക്കുന്ന ചെങ്കോൽ, ഈ സ്റ്റാഫ്, അത് മനുഷ്യരെ തെരഞ്ഞെടുത്ത് ഏൽപ്പിക്കുന്നതായിട്ടുള്ള ഒരു ചെങ്കോലല്ല, മറിച്ച് ഇത് കാണിക്കുന്നത്, സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ രാജ്യത്വം പോലെ തന്നെയാണ്. It points towards Christ kingship, a kingship which is not based on human lineage or expectation but on divine choice and grace എന്നുള്ളതാണ്. മനുഷ്യരുടെ അല്ലെങ്കിൽ ഭൂമിയിലെ ഒരു രാജ്യത്വത്തിന്റെ ക്രമപ്രകാരമല്ല, എന്നാൽ ദൈവിക അനുഗ്രഹത്തിൽ ലഭിച്ചിരിക്കുന്ന ഒരു രാജ്യത്വമാണ് എന്നുള്ളതാണ് അവിടെ പോയിന്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സംഭവം. ഇനി മൂന്നാമതായിട്ട് യൗസേപ്പിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 3 ചിന്തകളാണ് അവിടെ നൽകുന്നത്. അവഗണനയും ഉപദ്രവങ്ങളും പീഡയും ഒന്നും യൗസേപ്പിന്റെ വിശ്വാസത്തെ ക്ഷീണിപ്പിച്ചില്ല. സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് പോലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ അതൊന്നും തന്നെ യൗസേപ്പിന്റെ വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുന്നില്ല. നെഗ്ലക്ട്, ഹറാസ്മെന്റ് ആൻഡ് സഫറിംഗ് ഡിഡ് നോട്ട് വെയർ ഔട്ട് ജോസഫ്സ് ഫെയ്ത്ത്. രണ്ടാമതായിട്ട് തന്റെ ജനത്തെ ദൈവം ഇസ്രായേലിൽ നിന്ന് വിടുവിച്ച് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുമെന്ന് യൗസേപ്പ് ഉറച്ച് വിശ്വസിച്ചിരുന്നു. ജോസഫ് believed that his people would be liberated from Egypt and go to Canaan.
മൂന്നാമതായിട്ട് യൗസേപ്പ് മിസ്രൈമിൽ രണ്ടാമനായിരുന്നു അല്ലേ? എന്നാലും വിശ്വാസത്താൽ വാഗ്ദത്ത നാടായ കനാനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്റെ അസ്ഥികൾ അവിടെ കൊണ്ടുപോകണം എന്ന് സഹോദരന്മാരോട് അദ്ദേഹം ഉറപ്പുവരുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈവൻ ദോ ജോസഫ് became the second in command in Egypt, he saw the promised land by faith and got the assurance that his bonds will be carried to there. ഇങ്ങനെ ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും യൗസേപ്പിന്റെയും വിശ്വാസത്തെ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഒക്കെയാണല്ലോ. എന്താണ് ഐസക്കിന്റെ പ്രത്യേകത? അദ്ദേഹത്തിന് വാഗ്ദത്തം ചെയ്തതൊന്നും കണ്ടില്ലെങ്കിൽ പോലും അദ്ദേഹം ഉറച്ച് വിശ്വസിച്ചു. വിശ്വാസം മൂലം തന്റെ മക്കളെ അനുഗ്രഹിച്ചു. യാക്കോബ് ചതിയിലൂടെയാണ് അവിടെ അനുഗ്രഹം നേടുന്നതെങ്കിലും ആ ചതിയിലും ദൈവത്തിന്റെ കരങ്ങൾ വിശ്വാസം മൂലം യാക്കോബ് ദർശിച്ച് അവനെ വീണ്ടും അനുഗ്രഹിച്ചു. ഇനിയും യാക്കോബിന്റെ പ്രായമായ അവസ്ഥയിൽ, കണ്ണ് കാണാത്ത അവസ്ഥയിൽ പോലും ദൈവഹിതം എഫ്രൈമിനോടൊപ്പമായിരുന്നു എന്ന് കണ്ടുകൊണ്ട് വലങ്കൈ എഫ്രൈമിന്റെ തലയിൽ വെച്ച് അനുഗ്രഹിച്ചതിലൂടെ യാക്കോബിന്റെ വിശ്വാസം നമുക്ക് തെളിഞ്ഞു കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ യാക്കോബ് ഒരു വടിയിലൂന്നി അനുഗ്രഹിച്ചു എന്നുള്ളത് ക്രിസ്തുവിന്റെ രാജ്യത്വത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യൗസേപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞത് അദ്ദേഹം ഇസ്രയേലിലെ ഭരണാധികാരി ആയിരുന്നിട്ട് പോലും വാഗ്ദത്തം ചെയ്തത് കനാൻ നാട് എന്നുള്ള ഒരു വിശ്വാസം മൂലം അവനത് മുന്നിൽ കണ്ടതുകൊണ്ട് തന്നെ മരണശേഷം തന്റെ അസ്ഥികളും കൂടെ അങ്ങോട്ട് കൊണ്ടുചെല്ലണം എന്ന് ആവശ്യപ്പെടുന്നു. അതുപോലെ ജീവിതത്തിൽ പീഡകളും പ്രയാസങ്ങളും ഒക്കെ സംഭവിച്ചപ്പോഴും യൗസേപ്പിന്റെ വിശ്വാസത്തെ അത് ബാധിച്ചില്ല എന്നുള്ളതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആ കാലഘട്ടം അങ്ങ് കഴിഞ്ഞു, നമ്മുടെ ഉൽപ്പത്തിയൊക്കെ കഴിഞ്ഞ് വരുവാണ്. അപ്പം അവിടെ ഇനി നമുക്ക് അടുത്ത കഥാപാത്രം, എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് ആരാണ്? മോശയാണ്, മോസസ്. ആരായിരുന്നു മോശ? എബ്രായ മാതാപിതാക്കളായ അമ്രാമിന്റെയും യോഖേബേദിന്റെയും മകൻ. ഫറവോൻ ചെറിയ ആൺകുട്ടികളെ കൊന്നുകളയുവാൻ ഉത്തരമിട്ടപ്പോൾ വിശ്വാസം മൂലം 3 മാസം ഈ മാതാപിതാക്കള് ഈ കുഞ്ഞിനെ ഒളിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മോസസ് വാസ് ദ സൺ ഓഫ് അമ്രാം ആൻഡ് ജോഖേബേദ് ഹു ബൈ ഫെയ്ത്ത് ഹിഡ് മോസസ് ഫോർ 3 months. എന്താണ് മോശയുടെ വിശ്വാസത്തെ തെളിയിക്കുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ? ഒന്ന്, മോശ വളർന്നപ്പോൾ മിസ്രൈമിലെ സുഖ സൗകര്യങ്ങളെക്കാൾ ഫറവോന്റെ പുത്രിയുടെ മകൻ അല്ലെങ്കിൽ രാജകുമാരൻ എന്നുള്ള പദവിയേക്കാൾ ഈ കൊട്ടാരത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളെക്കാൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തേക്കാൾ ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ദൈവജനത്തിന് വേണ്ടി നിന്ന സഹിക്കുന്നത് അഭിമാനമായിട്ട് കരുതി. When Moses grew up, instead of enjoying the luxuries of sin or a position as a prince in the palace, he chose to suffer with the people of God. He considered it as a privilege to endure insults for the people of God. ഇനി അതിനുശേഷം രണ്ടാമത് മോശയുടെ വിശ്വാസം തെളിയിക്കുന്ന സംഭവം, വിശ്വാസം മൂലം മോശ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു. മോസസ് ലിബറേറ്റഡ് ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ഫ്രം ഈജിപ്ത് ബൈ ഹിസ് ഫെയ്ത്ത്. അദൃശ്യനായ ദൈവത്തിൽ വിശ്വസിച്ച് ഉറച്ചു നിന്നതിനാൽ ശക്തനായ ഫറവോനെ മോശ പേടിച്ചില്ല. പെസഹായുടെ ആചരണത്തിലും ആ സമയത്തെ സംഭവങ്ങളിലുമെല്ലാം മോശയുടെ വിശ്വാസം നമുക്ക് വെളിപ്പെട്ട് കാണാൻ സാധിക്കും, അല്ലെ? അതുപോലെ തന്നെ ചെങ്കടൽ കടന്ന സംഭവത്തിലാണ് മോശയുടെ വിശ്വാസം ഏറ്റവും പ്രകടമായത്. The faith of Moses was displayed at its utmost power during the crossing of Red Sea. ഇതൊക്കെയാണ് മോശയുടെ വിശ്വാസ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, സ്വന്തം ജനങ്ങളുടെ ദുരിതങ്ങളിൽ പങ്കുചേരുവാൻ തീരുമാനിച്ച മോശ മനുഷ്യരുടെ പാവങ്ങൾ സ്വയമേറ്റ് കഷ്ടത വരിച്ച ക്രിസ്തുവിന്റെ പ്രതിരൂപമായിരുന്നു എന്ന് പറയാൻ സാധിക്കും. മോസസ് വാസ് എ റിഫ്ലക്ഷൻ ഓഫ് ക്രൈസ്റ്റ് ഹു സഫേർഡ് ആൻഡ് ഡൈഡ് ഫോർ ഹിസ് ഓൺ പീപ്പിൾ. ഒന്നാമതായിട്ട് മോശ ക്രിസ്തുവിന്റെ തന്നെ പ്രതിരൂപമായിരുന്നു. 2, മോശ ദൈവത്തിന് വേണ്ടി നിന്ന സഹിക്കുന്നത് അഭിമാനമായി കരുതി എന്ന് നമ്മൾ ആദ്യം പറഞ്ഞല്ലേ. അതിനോട് ചേർന്ന് ക്രിസ്തുവിന്റെ നിന്ന എന്നുള്ളൊരു വാക്ക്, ഡിസ്ഗ്രേസ് ഫോർ ദ സേക്ക് ഓഫ് ക്രൈസ്റ്റ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യാവതാരത്തിന് മുൻപാണ് മോശ ജീവിച്ചിരുന്നതെങ്കിലും വിശ്വാസത്തിൽ മോശ നിത്യനായ ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് അവിടെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന് മുൻപായിരുന്നു മോശയെങ്കിലും മോശയുടെ വിശ്വാസം മൂലം മോശ ക്രിസ്തുവുമായിട്ട്, നിത്യനായ ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇൻ ഫെയ്ത്ത് മോസസ് വാസ് കണക്റ്റഡ് ടു ദ ഇറ്റേണൽ ക്രൈസ്റ്റ്. ഇങ്ങനെ ഒരു ബന്ധത്തെ പറ്റി നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 8:56 അബ്രഹാം
അബ്രഹാമിനെ പറ്റിയും നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസം മൂലം അബ്രഹാം നിത്യനായ ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടിരുന്നു എന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ ഓൾഡ് പാസ് ഓവർ ബിക്കെയിം എ ഡെപിക്ഷൻ ഓഫ് ദി പാസ് ഓവർ ഓഫ് ക്രൈസ്റ്റ്. മോശയുടെ സമയത്തെ ആ കടന്നുപോക്ക്, പെസഹായുടെ ആചരണം നമുക്കറിയാം, അത് ക്രിസ്തുവിന്റെ പെസഹായുടെയും മുൻകുറിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മോശയുടെ വിശ്വാസം ഏറ്റവും തെളിയിച്ച ചെങ്കടൽ കടന്ന സംഭവം, അത് ക്രൈസ്തവ മാമോദീസായുടെ പ്രതിരൂപമാണ്. ദി ക്രോസിംഗ് ഓഫ് റെഡ് സീ ഇസ് വ്യൂഡ് ആസ് എ പോർട്രയൽ ഓഫ് ഹോളി ബാപ്റ്റിസം. വിശുദ്ധ മാമോദീസായിലും ഇത് തന്നെയാണ്. എന്താണ്? മരണത്തെ വിട്ട് ജീവനിലേക്ക് കടക്കുന്ന അനുഭവമാണ് മാമോദീസായിൽ നടക്കുന്നത്. ഇൻ ഹോളി ബാപ്റ്റിസം വി have the experience of leaving death and entering life through faith. ഇത് തന്നെയാണ് മോശ ചെങ്കടൽ കടന്നപ്പോഴും സംഭവിച്ചത് എന്ന് നമുക്ക് സിംബോളിക്കലി ചിന്തിക്കാൻ സാധിക്കും, അല്ലെ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് മോശയുടെ ജീവിതം പിന്നീടുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ സിംബോളിഫിക്കലി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ നമുക്കുള്ള ടേക്ക് അവേ എന്താണ്? മോശയ്ക്ക് നേരിട്ട വെല്ലുവിളി ക്രൈസ്തവ ജീവിതത്തിൽ നാമും നേരിടേണ്ടതായിട്ട് വരും. എന്തൊക്കെയാണ്? അതായത് ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ ഉള്ളതായിട്ടുള്ള സുഭിക്ഷതയിൽ നിന്നൊക്കെ ഒരുപക്ഷെ ദൈവത്തിന്റെ ജനം പ്രയാസപ്പെടുന്നു എന്ന് കാണുമ്പോൾ മോശയെ പോലെ ഇറങ്ങി ചെല്ലുവാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ ശക്തിയിൽ മാത്രമേ നമുക്കത് നേരിടുവാൻ സാധിക്കുകയുള്ളൂ. We may also face the same challenges that Moses did in our Christian lives. We can only face them through the power ഓഫ് ഫെയ്ത്ത് എന്നുള്ളതാണ് അവസാന ഭാഗം ഓർമ്മിപ്പിക്കുന്നത്. അപ്പം മോശയെ പറ്റി ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. ആരായിരുന്നു മോശ? അമ്രാമിന്റെയും ജോഖ്യബാദിന്റെയും മകനാണ്. 3 മാസത്തോളം വിശ്വാസ മൂലം അവനെ ഒളിപ്പിച്ചു. ഇനി മോശയുടെ ജീവിതം പ്രൂവ് ചെയ്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, മോശ വളർന്നപ്പോൾ എല്ലാ സൗകര്യങ്ങളും എറിഞ്ഞു കളഞ്ഞ് ദൈവജനത്തോടു കൂടി കഷ്ടം അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് അവൻ തെരഞ്ഞെടുത്തു. ദൈവജനത്തിന് വേണ്ടി നിന്ന അനുഭവിക്കുന്നത് അഭിമാനമായിട്ട് കരുതി. അതുപോലെ തന്നെ മോശയുടെ വിശ്വാസം തെളിയിച്ച സംഭവമാണ് ഇസ്രായേൽ മക്കളെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് നടത്തി. അതുപോലെ തന്നെ ചെങ്കടൽ കടന്നതും ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കണം. ഇത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? മോസസ് വാസ് എ റിഫ്ലക്ഷൻ ഓഫ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. സ്വന്തം ജനത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്ന ക്രിസ്തുവിന്റെ പ്രതിരൂപമായിട്ട് മോശയെ കാണാൻ സാധിക്കും. ക്രിസ്തുവിന്റെ നിന്ന എന്നുള്ളൊരു വാക്ക്, അത് മോശയെ ഇറ്റ് ഇസ് കണക്റ്റഡ് ടു ദ ഇറ്റേണൽ ക്രൈസ്റ്റ്. അബ്രഹാമിനെയും മോശയെയും നിത്യനായ ക്രിസ്തുവിലേക്ക് ബന്ധിപ്പിക്കുന്നു എന്നുള്ളത് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പഴയ പെസഹ ആചരണം ക്രിസ്തുവിന്റെ പെസഹായുടെ ഒരു ഡെപിക്ഷനായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ക്രോസിംഗ് ഓഫ് ദ റെഡ് സീ, ചെങ്കടൽ കടന്നത്, അത് വിശുദ്ധ മാമോദീസായുടെ ഒരു സിംബോളിഫിക്കേഷൻ ആണ്. ഇത്രയുമൊക്കെയാണ് മോശയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത കഥാപാത്രം എന്നുള്ളത് ജോഷുവ ഫെയ്ത്ത് ഇൻ ആക്ഷൻ. പ്രവർത്തിക്കുന്ന വിശ്വാസമാണ് നമുക്ക് യോശുവയുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ആരായിരുന്നു യോശുവ? മോശയുടെ ശേഷം ഇസ്രായേലിനെ കനാൻ ദേശത്തേക്ക് നയിക്കുവാനുള്ള നിയോഗം ലഭിച്ച ആളാണ് യോശുവ എന്ന് പറയുന്നത്. ജോഷുവ ഇസ് ദ പേഴ്സൺ chosen by God to lead the Israelites to Canaan after Moses. മോശയെ പോലെ തന്നെ യോശുവയും ദൈവവിശ്വാസത്തിൽ ഉറച്ച് ദൈവാശ്രയത്തിൽ ജീവിച്ചു. ലൈക്ക് മോസസ്, he also fixed his faith in God and lived in total dependence on God. എന്താണ് യോശുവയുടെ വിശ്വാസത്തെ തെളിയിക്കുന്ന സംഭവം? ദൈവകൽപ്പന കിട്ടി, ദൈവജനത്തെയും കൊണ്ട് യെരിഹോവിലേക്ക് അദ്ദേഹം ചെല്ലുകയാണ്. ദൈവം പറഞ്ഞ പ്രകാരം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും കാഹളം ഊതുകയും ഒക്കെ ചെയ്യുമ്പോൾ പട്ടണ മതിലുകൾ അവിടെ വിശ്വാസം മൂലം തകർന്നു വീഴുന്നത് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? ജോഷുവ accepted and trusted God's commandments and entered Jericho and its walls collapsed because of his faith എന്നുള്ളതാണ് നമുക്ക് യോശുവയെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. അവിടെ റെപ്രസെന്റേഷൻസ് ഒന്നും സിംബോളിഫിക്കേഷൻസ് ഒന്നും നമുക്ക് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം? യോശുവയുടെ സംഭവം പീഡകൾ നേരിട്ടിരുന്ന എബ്രായ ക്രൈസ്തവർക്ക് അന്നത്തെ കാലത്ത് ഒരു പ്രത്യാശ നൽകുന്നതായിരുന്നു. എന്താണ്? യോശുവയുടെ വിശ്വാസവും വിശ്വാസത്താൽ ശത്രുവിനെ തകർക്കുവാനുള്ള കൃപയും ഉണ്ടെന്നുള്ള ബോധ്യം അവരുടെ ബലഹീനരായിരുന്നെങ്കിലും അവരെ പ്രത്യാശയുള്ളവരാക്കി. The awareness that faith contains the grace to destroy enemies provided the Hebrew Christians hope. അന്നത് എബ്രായ ക്രൈസ്തവർക്ക് തങ്ങളുടെ മതപീഡകളൊക്കെ ഏൽക്കുമ്പോൾ തങ്ങളുടെ ശത്രുക്കളെ തകർത്ത് കളയാൻ വിശ്വാസത്തിന് സാധിക്കും എന്നുള്ള ഒരു ചിന്തയാണ് നൽകിയിരുന്നതെങ്കിലും ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം മൂലം എന്തും നമുക്ക് സാധിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് യോശുവയുടെ കഥ നമുക്ക് നൽകുന്നത്.
ഇനിയും യോശുവായ്ക്ക് ശേഷം വരുന്ന കഥാപാത്രമാണ് രാഹാബ് എന്ന് പറയുന്നത്. ആരായിരുന്നു രാഹാബ്? രാഹാബ് was a prostitute who hid the two Israelite men who had come to spy on the promised land. അതായത് യോശുവ ഇങ്ങനെ ജനത്തെയും കൊണ്ടൊക്കെ നടന്ന് കനാനിലേക്ക് എത്തുമ്പോൾ കനാൻ ദേശം ഉറ്റുനോക്കുന്നതിന് വേണ്ടി യോശുവ 2 പേരെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. അവർ അവിടെ ചെന്ന് ഈ രാഹാബ് എന്ന വേശ്യയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, രാജാവ് ഈ സംഭവത്തെ പറ്റി അറിഞ്ഞ് തന്റെ ദേശത്തെ പരിശോധിക്കാനും അളക്കാനും ഒക്കെ 2 പേര് രാജ്യത്തേക്ക് വന്നു എന്നറിഞ്ഞുകൊണ്ട്, അവര് രാഹാബിന്റെ വീട്ടിൽ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് രാജാവ് അവരുടെ ആളുകളെ ഈ രാഹാബിന്റെ വീട്ടിലേക്ക് ആളയക്കുകയാണ്. എന്നാൽ രാഹാബോ ഇസ്രായേലിന്റെ ദൈവത്തിൽ വിശ്വസിച്ച് ഒറ്റുകാരെ സംരക്ഷിച്ചു. രാഹാബ് ദ പ്രോസ്റ്റിറ്റ്യൂട്ട് believed in God of Israel and hid the men who had come to spy on the land. ഇവിടെ രാഹാബിന്റെ ഈ പ്രവൃത്തിയെ പറ്റി യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലും എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. രാഹാബിന്റെ വിശ്വാസം അവളുടെ പ്രവൃത്തിയിലൂടെ നീതീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് യാക്കോബ് ശ്ലീഹ സാക്ഷിക്കുന്നത്. സെന്റ് ജെയിംസ് കമൻസ് her for manifesting her faith in action. അങ്ങനെ ഈ വിശ്വാസത്തിന്റെ പ്രതിഫലമായിരുന്നു യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ രാഹാബ് സ്ഥാനം പിടിച്ചു എന്നുള്ളത്. ഇറ്റ് വാസ് എ റിവാർഡ് ഫോർ ഹെർ ഫെയ്ത്ത് ദാറ്റ് രാഹാബ് ഫൗണ്ട് എ പൊസിഷൻ ഇൻ ദ ജീനിയോളജി ഓഫ് ജീസസ്. ഇനിയും രാഹാബിന്റെ ഈ ഒരു സംഭവം പല ചിന്തകൾ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. ഒന്ന്, അക്നോളജ്മെന്റ് ഓഫ് വുമൻഹുഡ്, സ്ത്രീത്വത്തിന്റെ അംഗീകരണം എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം അതോടൊപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ സുവിശേഷ സത്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തൊക്കെയാണ്? ഒന്ന്, പതിതർക്കുള്ള രക്ഷ, സാൽവേഷൻ ഫോർ ദ ഫോളൻ. വിശ്വസിക്കുന്ന ഏത് പാപിക്കും രക്ഷയും അനുഗ്രഹവും നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തൊക്കെയാണ്? ഗോഡ് ഹു സേവ്സ് ബ്ലെസ്സസ് ഓൾ ദി സിന്നേഴ്സ് ഹു ബിലീവ് ഇൻ ഹിം. അതുപോലെ സകല ജാതികൾക്കും ക്രിസ്തു ഒരുക്കിയ രക്ഷ, അതായത് ഇസ്രായേൽ മക്കൾക്ക് മാത്രമല്ല അവിടെ രക്ഷ ലഭിക്കുന്നത്, രാഹാബിനും രക്ഷ ലഭിക്കുമ്പോൾ ഇത് ദൈവത്തിന്റെ ക്രിസ്തു നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന രക്ഷ അത് ഇസ്രായേലിയർക്ക് മാത്രമല്ല സകല ജാതികൾക്കും വേണ്ടിയുള്ള രക്ഷയാണ്. ഇങ്ങനെ പല സുവിശേഷ സത്യങ്ങളാണ് രാഹാബിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് എന്താണ് അവിടെ നമുക്ക് ഓർക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം? ബ്രിങ് ഫെയ്ത്ത് ഇൻ ആക്ഷൻ ലൈക്ക് രാഹാബ്. രാഹാബിനെ പോലെ പ്രവൃത്തിയിൽ നമ്മുടെ വിശ്വാസം നീതീകരിക്കപ്പെടാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് രാഹാബ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം രാഹാബിന്റെ കഥ എന്താണ്? ആരായിരുന്നു രാഹാബ്? യോശുവ ഇസ്രായേൽ ഈ കനാൻ ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടി 2 പേരെ അയക്കുമ്പോൾ അവരെ സംരക്ഷിച്ചിരുന്നത് രാഹാബ് എന്ന വേശ്യയാണ്. രാജാവിന്റെ മുന്നിലും ഇസ്രായേലിന്റെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവരെ ഒളിപ്പിച്ച് ഇസ്രായേൽ മക്കൾക്ക് ദൈവജനത്തിന് വലിയൊരു ഉപകാരമാണ് രാഹാബ് ചെയ്തു കൊടുക്കുന്നത്. അതിനെപ്പറ്റി യാക്കോബ് ശ്ലീഹായുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും അതുപോലെ തന്നെ അതിനെ കിട്ടിയ അവളുടെ വിശ്വാസത്തിന്റെ പ്രതിഫലമായിരുന്നു യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ രാഹാബിന് സ്ഥാനം ലഭിച്ചു എന്നുള്ളത്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒന്ന്, സ്ത്രീത്വത്തിന്റെ അംഗീകരണവും അതുപോലെ തന്നെ സാൽവേഷൻ ഫോർ ദ ഫോളൻ, പതിതർക്കുള്ള രക്ഷ, വിശ്വസിക്കുന്ന ഏത് പാപിക്കും രക്ഷയും അനുഗ്രഹവും നൽകുന്ന ദൈവം, അതുപോലെ തന്നെ സകല ജാതികൾക്കും ക്രിസ്തു ഒരുക്കിയിരിക്കുന്ന രക്ഷ. ഇതൊക്കെയാണ് രാഹാബിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു 13 പേരെ പറ്റി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം പറയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന എവിടെ വരെയാണ്? നമ്മൾ ഉൽപ്പത്തിയിൽ തുടങ്ങി ഹാബേലിന്റെ ജീവിതം തുടങ്ങി ഇവരുടെ പുറപ്പാട് കാലം, ഇവർ കനാൻ ദേശത്ത് എത്തുന്നത് വരെയുള്ള സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഗിദിയനെ പറ്റിയാണ്. ഗിദയോൻ എന്നുള്ളത് ആരായിരുന്നു? ഗിദയോൻ നമ്മൾ ബൈബിള് പരിശോധിക്കുകയാണെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ യോശുവയുടെ കാലശേഷം എന്ത് സംഭവിച്ചു? ഈ ഇസ്രായേൽ മക്കള് അവരുടെ ചുറ്റുപാടുമുള്ള കുറെ നേഷൻസ് ഉണ്ട്, കുറെ രാജ്യങ്ങളുണ്ട് അല്ലെ. ഇവരുമായിട്ടെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഈ യോശുവയുടെ കാലത്തിന് ശേഷം ഇവര് അത്ര ഈ പറയുന്ന കൂട്ട് മറ്റ് രാജ്യങ്ങളുമായിട്ടൊന്നും യുദ്ധത്തിന് പോകുന്നില്ല. അങ്ങനെ അവരെ പോലെ തന്നെ എന്താണ് അവരുടെ അന്യ ദൈവങ്ങളെ ഒക്കെ ആരാധിക്കുകയും അങ്ങനെ അവരുമായിട്ട് ഒരു ടൈപ്പിലൊക്കെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ഇവർ അകർന്നു പോകുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ഇവരെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കും. അങ്ങനെ ഇവർ തിരിച്ചെന്ത് ചെയ്യും? പിന്നെയും ദൈവത്തിന്റെ അടുക്കലേക്ക് വരും. ദൈവം ഓരോ സമയങ്ങളെ ഇവരെ വിടുവിക്കാൻ വേണ്ടിയിട്ടും രക്ഷിക്കുവാൻ വേണ്ടിയിട്ടൊക്കെ ഓരോ ന്യായാധിപന്മാരെ അല്ലെങ്കിൽ ഡെലിവറേഴ്സ് ഓർ ജഡ്ജസ് ഇങ്ങനെ ഓരോരുത്തരെ ദൈവം ഉയർത്തും. അങ്ങനെ ഒരു ജഡ്ജസിന്റെ കാലഘട്ടമാണ് നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ
മിദ്യാനൈറ്റ്സ് എന്നുള്ളവര് ഇസ്രായേലിയരെ ഉപദ്രവിക്കുമ്പോൾ ഒരു 6-7 വർഷത്തോളം ഇങ്ങനെ ഇവർ ഒളിച്ചും താമസിച്ചൊക്കെ ഇസ്രായേൽ മക്കള് ഗുഹകളിലൊക്കെ പോയി ഒളിച്ചൊക്കെ താമസിക്കുന്ന സമയത്ത് അന്ന് അവരെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ ആളാണ് ഗിഡിയൻ എന്ന് പറയുന്നത്. ഗിദയോൻ ഭീരുവായിരുന്ന ഗിദയോൻ അവന്റെ വിശ്വാസത്താൽ യുദ്ധത്തിൽ ശക്തി പ്രാപിച്ചു. ഗിഡിയൻ ഹു വാസ് എ കവേർഡ് ഗെയിൻ കറേജ് ഇൻ ദ വാർ ത്രൂ ഫെയ്ത്ത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് അവിടെ പറയുന്നത് ബാറാക്കിനെ പറ്റിയാണ്. ആരായിരുന്നു ബാറാക്ക് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഗിദിയന് ശേഷം വീണ്ടും ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ കാനാനൈറ്റ്സ് ഒപ്രസ്ഡ് ദെം ഫോർ 20 years. കനാന്യർ തന്നെ അവരെ 20 വർഷത്തോളം അവരെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അവിടെ ദൈവം തെരഞ്ഞെടുക്കുന്നതായിട്ടുള്ള ന്യായാധിപയാണ്, അതായത് ദ ഫസ്റ്റ് ഫീമെയിൽ ജഡ്ജാണ് ദെബോറ എന്ന് പറയുന്നത്. ദ ഓൺലി ഫീമെയിൽ അമംഗ് ദ 12 ജഡ്ജസ് അല്ലെ. അന്ന് ദെബോറ ഇത് ഏൽപ്പിച്ചത് ആരെയാണ്? ബാറാക്കിനെയാണ് ഈ യുദ്ധത്തിന് വേണ്ടി മുന്നോട്ട് ചെല്ലുവാൻ വേണ്ടിയിട്ട്. അവിടെ ബാറാക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ദെബോറയും എന്റെ കൂടെ വരുന്നെങ്കിൽ മാത്രമേ ഞാൻ പോവുകയുള്ളൂ. അങ്ങനെ ഭീരുവായിരുന്ന ബാറാക്ക് ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ശത്രുവിനെ തോൽപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമതായിട്ട് അവിടെ പറയുന്നത് ആരെ പറ്റിയാണ്? സാംസൺ, ഷിംഷോൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ്? ശക്തനായിരുന്ന ഷിംഷോൻ ബലഹീനനായപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ അവസാനം പിന്നെയും ശക്തി പ്രാപിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ അവന്റെ മരണസമയത്ത് 3000 പേരെയോളം കൊന്നൊടുക്കിക്കൊണ്ടാണ് ഷിംഷോൻ അവിടെ മരിക്കുന്നത്. എന്നാൽ അവന്റെ വിശ്വാസം മൂലം അവന് ശക്തി പോയി കഴിഞ്ഞിട്ടും തിരിച്ച് ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പറയുന്നത് ജെഫ്തയെ പറ്റിയാണ്. ഇഫ്ത എന്നുള്ളത്. ഈ അമോനിയർ ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ മിഡിയനൈറ്റ്സിനെ പറ്റിയും കാനാനൈറ്റ്സിനെ ഒക്കെ പറ്റി പറഞ്ഞതുപോലെ തന്നെ അമോനിയർ യുദ്ധത്തിന് വരുന്ന സമയത്ത് ദൈവം ഉയർത്തിയതായിട്ടുള്ള ഒരു ജഡ്ജാണ്. ആ കഥയൊക്കെ ഒരുപക്ഷെ നമുക്ക് ഇഫ്തായുടെ കഥയിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകും. അതായത് ഇഫ്ത ദൈവത്തോട് പറയുകയാണ്, ഈ യുദ്ധത്തിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ വാതിലിലൂടെ ആര് കടന്നു വന്നാലും അവരെ ദൈവത്തിന് മുൻപിൽ യാഗം അർപ്പിക്കും എന്ന് പറയുന്നു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ആദ്യം കടന്നു വന്നത് അദ്ദേഹത്തിന്റെ മകള് തന്നെയായിരുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും അല്ലെ. പറഞ്ഞു വന്നത് ഇഫ്ത ദൈവവിശ്വാസിയാകിയാൽ ശത്രുവിനെ തോൽപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരെ പറ്റിയാണ്? ശമൂവേലിനെ പറ്റിയാണ്. ന്യായാധിപന്മാരെയും പ്രവാചകന്മാരെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ട് വിശ്വാസം മൂലം ശമൂവേൽ മാറി. നമുക്കറിയാം ന്യായാധിപന്മാരിൽ ഏറ്റവും അവസാനത്തെ ആളായിരുന്നു ശമൂവേൽ. അദ്ദേഹം പ്രവാചകനുമായിരുന്നു. അങ്ങനെ ഒരു ന്യായാധിപന്മാരുടെ കാലശേഷം ഒരു രാജ്യത്വത്തിന്റെ കാലത്തിലേക്ക് തുടങ്ങുന്നതിന്റെ പ്രധാന കണ്ണിയായിട്ട് മാറുന്നത് ശമൂവേലാണ്. ഇതെല്ലാം ശമൂവേലിന്റെ വിശ്വാസത്താൽ അവന് സാധിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ദാവീദിനെ പറ്റി പറയുന്നു. ഡേവിഡ് കിൽഡ് ഗോലിയാത്ത് ബൈ ഫെയ്ത്ത്. വിശ്വാസം മൂലം ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുവാൻ ദാവീദിന് സാധിച്ചു. ഇനി പിന്നെ കാണുന്നത് ഏലൈജ ആൻഡ് ഏലീഷ. ഏലിയ പ്രവാചകനും ഏലീഷായും വിശ്വാസത്താൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. മരിച്ചവരെ ഉയർപ്പിക്കുവാനുള്ള ശക്തി വിശ്വാസത്തിനുണ്ട് എന്നുള്ളത് അവർ തെളിയിച്ചു. പിന്നെ കാണാൻ സാധിക്കുന്നത് സെഖരിയ. ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ സക്കറിയ വിശ്വാസത്താൽ കല്ലേറ് സ്വീകരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആരാണ് ഈ സക്കറിയ? സെഖരിയാവ് എന്നുള്ളതാണ് നമുക്ക് 2 ദിനവൃത്താന്തങ്ങൾ 24-21 യെരൂശലേം ദേവാലയത്തിൽ മഹാപുരോഹിതനായിരുന്ന യഹോയാദ എന്ന പുരോഹിതന്റെ മകനായിരുന്നു സെഖരിയാവ്. അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്ന് അവൻ ജനത്തിനെതിരായി സംസാരിച്ചു. നിങ്ങൾ എത്രത്തോളം ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിക്കും എന്നൊക്കെ ജനത്തിന് നേരെ നിന്ന് സംസാരിച്ചു. പക്ഷെ ജനം കൂട്ടം കൂടി സെഖരിയാവിനെ കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. സെഖരായ അക്സെപ്റ്റഡ് ബീയിങ് സ്റ്റോൺഡ് ടു ഡെത്ത് ത്രൂ ഫെയ്ത്ത്. വിശ്വാസം മൂലം ഇതവൻ സ്വീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ അതിനുശേഷം പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ യെശയ്യാ പ്രവാചകൻ വിശ്വാസം മൂലം ഈർച്ചവാളാൽ അറക്കപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യിരെമ്യാ പ്രവാചകൻ ജെറമായ എൻഡ്യൂർഡ് ഹറാസ്മെന്റ് ത്രൂ ഫെയ്ത്ത്. വിശ്വാസത്താൽ ഉപദ്രവം സഹിച്ചു. ഡാനിയേൽ ഷട്ട്സ് ദ മൗത്ത്സ് ഓഫ് ലയൺ ത്രൂ ഫെയ്ത്ത്. വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായടച്ചു. ശദ്രഖ്, മേശക്, അബേദ്നെഗോ തീച്ചൂളയിൽ എറിഞ്ഞിട്ട് പോലും വിശ്വാസം മൂലം അവർ സംരക്ഷിതരായി. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവസാനമായിട്ട് അവിടെ ഒരാളെ പറ്റി കൂടെ പറയുന്നുണ്ട്, എലിയാസർ. ആരാണ് എലിയാസർ? 2 മക്കാബിയരുടെ പുസ്തകത്തിൽ കാണുന്ന എലിയാസർ കടുത്ത മതപീഡനങ്ങൾ അനുഭവിച്ചപ്പോൾ യഹൂദ മത ചിട്ടകൾ വിട്ടുകളയണമെന്നും പന്നിയെ കഴിക്കണം ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ശക്തമായി അതിനെ എതിർത്തുകൊണ്ട് മരണത്തെ നേരിട്ട ധീരനാണ് എലിയാസർ. അദ്ദേഹത്തിന് അത് സാധിച്ചത് വിശ്വാസം മൂലമായിരുന്നു. ഇങ്ങനെ ഇസ്രായേലിന്റെ ചരിത്രം മുഴുവൻ
വിശ്വാസത്തിന്റെ മാതൃകകളിലൂടെ ലേഖനകർത്താവ് നമ്മളെ കാണിച്ചു തരികയാണ്. ഇത്രയുമൊക്കെയാണ് നമുക്ക് ആ വിശ്വാസത്തിന്റെ മാതൃകകളിൽ കാണാൻ സാധിക്കുന്നത്. അതിന്റെ കൺക്ലൂഷൻ നമുക്ക് ഒരു ചിന്ത അവിടെ പ്രത്യേകമായിട്ട് തരുന്നുണ്ട്. എന്താണ്? സാൽവേഷൻ ഇസ് ഓൺലി ത്രൂ ക്രൈസ്റ്റ്. രക്ഷ ക്രിസ്തുവിലൂടെ മാത്രം. അതായത് നമ്മൾ ഈ വിശ്വാസ വീരന്മാരുടെ ജീവിതം ഒക്കെ കണ്ടു അല്ലെ. വിശ്വാസത്തിന് വേണ്ടി ഇവരെല്ലാം പീഡകളും നിന്ദകളും ഒക്കെ സഹിച്ചു. മെനി ബ്രേവ്ലി അറ്റൈൻഡ് മാർട്ടിയർഡം ഫോർ ദ സേക്ക് ഓഫ് ഫെയ്ത്ത്. എന്നാൽ ഇപ്രകാരമെല്ലാം കഷ്ടത സഹിച്ചിട്ട് അവർ ദൈവത്തിൽ നിന്ന് അംഗീകാരം നേടി. പക്ഷെ എന്നാലും അവർ വാഗ്ദത്തം പ്രാപിച്ചില്ല. എന്താണ് വാഗ്ദത്തം? പ്രോമിസ് എന്ന് പറയുന്നത് രക്ഷ എന്നുള്ള വാഗ്ദത്തം, സാൽവേഷൻ. കാരണം എന്താ? രക്ഷ പ്രാപിക്കാൻ കഴിയാത്ത പഴയ നിയമ കാലത്തായിരുന്നു ഇവരെല്ലാം ജീവിച്ചിരുന്നത് അല്ലെ. They lived in the Old Testament times which could not provide salvation. പഴയ ഉടമ്പടി അത് രക്ഷയ്ക്കായിട്ടുള്ള ഒരു ഒരുക്കം മാത്രമായിരുന്നു. The old covenant was only a preparation for the perfection of salvation. രക്ഷ ആരിലൂടെയാണ് ലഭിക്കുന്നത്? രക്ഷ ക്രിസ്തുവിലൂടെയാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാന പ്രമാണം. Salvation is only through Christ. അപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ ഭാഗ്യമാണ്. എന്താണ്? ക്രിസ്തു സ്ഥാപിച്ച പുതിയ നിയമത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചവരാണ് നാം ഓരോരുത്തരും. We are fortunate to obtain the blessings of the new law established by Christ. അപ്പൊ നമ്മളോടൊപ്പം അവരും ഒരുമിച്ച് അവസാന കാലത്ത് ക്രിസ്തുവിൽ പരിപൂർണമായ രക്ഷ പ്രാപിക്കും എന്നുള്ളതാണ് വിശ്വാസം. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപക്ഷെ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം മാത്രമാണ് പഠിച്ചതെങ്കിലും പഴയ നിയമത്തിൽ കൂടി മുഴുവൻ നമ്മളൊന്ന് യാത്ര ചെയ്തു അല്ലെ. ആദ്യത്തെ ഭാഗം വിശ്വാസത്തിന്റെ നിർവചനം പറഞ്ഞു. അതിനുശേഷം ഹാബേലിന്റെ സാക്രിഫൈസിനെ പറ്റി, യാഗത്തെ പറ്റി പറഞ്ഞു. ഹാനോക്കിനെ പറ്റി പറഞ്ഞു. അതിനുശേഷം നോഹയുടെ കാലത്തെ ജലപ്രളയത്തെ പറ്റി പറഞ്ഞു. പിന്നെ അബ്രഹാം സാറായെ പറ്റി പറഞ്ഞു. ഇസഹാക്ക്, യാക്കോബ്, യൗസേപ്പ് എന്നിങ്ങനെ 3 തലമുറകളെ പറ്റി പറഞ്ഞു. അതിനുശേഷം മോശയെ പറ്റി പറഞ്ഞു, യോശുവയെ പറ്റി പറഞ്ഞു, രാഹാബിനെ പറ്റി പറഞ്ഞു. പിന്നെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു തീർത്ത കുറെ ന്യായാധിപന്മാരും പ്രോഫറ്റ്സും ഒക്കെയാണ്. ആരൊക്കെയാണ്? ഗിരിയൻ, ബാരാഖ്, സാംസൺ, ജെഫ്ത. ഇങ്ങനെ ജഡ്ജസിന്റെ കാലഘട്ടത്തെ പറ്റി പറഞ്ഞു. അതിനുശേഷം ശമൂവേൽ എന്നുള്ളത് ഒരു അടുത്ത കാലഘട്ടം തുടങ്ങുകയാണ്. അതിനുശേഷം ദാവീദിനെ പറ്റി പറഞ്ഞു. ഏലീഷ, ഏലിയ പ്രവാചകന്മാരെ പറ്റി പറഞ്ഞു. സെഖര്യാവിനെ പറ്റി പറഞ്ഞു. പിന്നെ ഐസായ, ജെറമായ, ഡാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ. അതിനുശേഷം മക്കാബിയരുടെ പുസ്തകത്തിലെ ഏലിയാസർ വരെ പറഞ്ഞിങ്ങനെ വിശ്വാസത്തിന്റെ ഒരു ചരിത്രം തന്നെ നമ്മൾ കണ്ടു. കേട്ടിരുന്ന എല്ലാവർക്കും ഈ ഒരു ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.